സാധാരണ ഉണ്ടാകുന്ന കുറച്ചൊരു കോമൺ ഡൗട്ട്സ് നമ്മളൊരു പ്രസൻറ്റേഷനായിട്ട് കമ്പൈൽ ചെയ്തിട്ട് അത് അഡ്രസ്സ് ചെയ്യുകയാണ്. ഇതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം ചിലപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് OP-യിൽ ചിലപ്പോൾ ചോദിക്കാനുള്ളൊരു ഗ്യാപ്പ് കിട്ടാതിരിക്കുമോ, അല്ലെങ്കിൽ മറന്നു പോവോ, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ നിന്ന് പല ഇൻഫർമേഷൻസ് കേട്ടിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നവർക്കൊക്കെ ഒരു സംശയം തീർക്കാനുള്ളൊരു അവസരമാണിത്. സോ ഞാൻ ആ സ്ലൈഡ്സ് ഒന്ന് ഓടിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് അത് നോക്കാം കേട്ടോ. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഫസ്റ്റ് നമ്മളെ കാണാൻ വരുമ്പോഴൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും ലൈക്ക് വെൻ ഈസ് മൈ ഡ്യൂ ഡേറ്റ്. ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നായിരിക്കും നിങ്ങൾ ഡെലിവറി ചെയ്യുന്ന ഡേറ്റ് എന്നാണ്. ഡ്യൂ ഡേറ്റ് അഥവാ എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ ഇനീഷ്യൽ ഡേയ്സിലാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ കൂടുതൽ റെലവൻസ് ഉള്ളത് നമ്മുടെ അടുത്തൊരു ഫസ്റ്റ് മുതൽ നമ്മളെ കാണിക്കാതെ ഇടയിൽ നിന്നൊക്കെ ആരെങ്കിലും വരുമ്പോൾ കുറച്ച് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട്. സോ നമ്മൾ ഡ്യൂ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് ആ സ്ലൈഡിൽ കാണാം, ഒരു 280 days അല്ലെങ്കിൽ 9 months and 7 days ഫ്രം ദി ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡ് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇത് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുൻപ് വിൽ കമ്പയർ വിത്ത് ദ ഫസ്റ്റ് ട്രൈമസ്റ്ററിലുള്ള തുടക്കത്തിലുള്ള 2 ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്കാനിലെ ബേബിയുടെ ഗ്രോത്തും കൂടി കമ്പയർ ചെയ്തിട്ടാണ് ഇത് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള സ്കാനുകളിൽ ബേബിയുടെ വെയ്റ്റിനനുസരിച്ച് ചിലപ്പോൾ ആ ഡേറ്റിൽ വ്യത്യാസം വരാം. ഇവിടെ നമ്മൾ ചെയ്യുന്ന സ്കാനിൽ യൂഷ്വലി അങ്ങനെ കാണാറില്ല. നിങ്ങൾ പ്രൈവറ്റ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ ഹോസ്പിറ്റൽസിലൊക്കെ ചെയ്യുമ്പോൾ ചില പേഷ്യൻസ് ചില സംശയം പറയാറുണ്ട്, ഈ സ്കാൻ വെച്ചിട്ട് ഡേറ്റ് മാറിയിട്ടുണ്ട് ഡോക്ടർ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ബേബി മദറിൻ്റെയും ഫാദറിൻ്റെയും രണ്ടുപേരുടെയും പ്രൊഡക്റ്റാണ്. സോ രണ്ടുപേരുടെയും ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഡിഫറെൻ്റ് ആയിരിക്കും. സോ ആ ബേബിയുടെ വെയിറ്റ് ക്യാൻ വേരി ഡിപ്പെൻഡ്, ആ ജനറ്റിക് ഫാക്ടേഴ്സ് വെച്ചിട്ട് ബേബിയുടെ വെയിറ്റ് വേരി ചെയ്യാം. സോ ഒരു കൂടുതൽ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഒരു ബേബി ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബേബിയുടെ പാരാമീറ്റേഴ്സ് വെച്ചിട്ട് ഒരു മുന്നോട്ടുള്ള സ്കാനുകളിൽ ഒരു തേർഡ് മന്ത് കഴിഞ്ഞിട്ട് ഒരു 8 months 7 months എടുക്കുന്ന സ്കാനിൽ ബേബിയുടെ വെയിറ്റ് വെച്ചിട്ട് ചിലപ്പോൾ അതിൻ്റെ ഡയമെൻഷൻസിൽ വ്യത്യാസം വന്നാൽ ഈ പറഞ്ഞ ഡ്യൂ ഡേറ്റിൽ ചിലപ്പോൾ വ്യത്യാസം വരാറുണ്ട്. അപ്പോൾ സബ്സീക്വൻറ്റ് സ്കാൻസിൽ ഫൈൻഡിങ്സ് വെച്ചിട്ട് വി കനോട്ട് ചേഞ്ച് ദ ഇനീഷ്യൽ ഡേറ്റ് വി ഹാവ് സെറ്റ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്കാൻ അല്ലെങ്കിൽ NT സ്കാനിൽ നമ്മൾ ബേബിയുടെ ഗ്രോത്തും നിങ്ങളുടെ ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡ് വെച്ചിട്ടുള്ള വളർച്ചയും തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ് നമ്മളൊരു ഡേറ്റ് സെറ്റ് ചെയ്യുന്നത്. ഈ ഡേറ്റ് സെറ്റ് ചെയ്യുന്നതിന് പല ഉദ്ദേശങ്ങളുണ്ട്. നമ്മൾ എയിം ഈസ് ടു റീച്ച് ദാറ്റ് ആ ഒരു ഡേറ്റ് വരെ എത്തുന്നതന്നെയാണ്. അപ്പോൾ ഓരോ സമയത്തും ബേബി വളർച്ച ഘട്ടങ്ങളിൽ ബേബിക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടോ, അല്ലെങ്കിൽ ബേബിയുടെ വളർച്ച കറക്റ്റ് ആണോ, അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും അതിനോടനുബന്ധിച്ച് പ്രശ്നങ്ങൾ വരുന്നുണ്ടോ എന്ന് നമുക്ക് മോണിറ്റർ ചെയ്യുന്നത് ഈ ഡേറ്റ് വെച്ചിട്ട് നിങ്ങളുടെ ജസ്റ്റേഷണൽ ഏജ് നമ്മൾ വീക്സിലും ഡേയ്സിലൊക്കെയാണ് കാൽക്കുലേറ്റ്, അത് വെച്ചിട്ടാണ് നമ്മളത് നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് 2 സ്കാനാണ് നമ്മൾ ഡേറ്റിംഗ് സ്കാൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് വേറൊരു സംശയം കോമൺ ആയിട്ട് വരുന്നത്, ക്യാൻ ഐ വർക്ക്? അതായത് ഫസ്റ്റ് പ്രഗ്നൻസി ആയിട്ട് വരുന്ന പലർക്കും ഉണ്ടാകുന്ന വളരെ ഒരു സംശയമാണ്, മുൻപ് ചെയ്തിരുന്ന ജോലികൾ കണ്ടിന്യൂ ചെയ്യുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന്. സോ ഡെഫിനറ്റ്ലി നമ്മൾ പറയും വാട്ട് എവർ യു ആർ ഡൂയിങ് അത് കണ്ടിന്യൂ ചെയ്യുന്നതിന് യാതൊരു തടസ്സമില്ല. ലൈക്ക് ത്രൂ ഔട്ട് പ്രഗ്നൻസി ആക്ച്വലി വർക്ക് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. എന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ് ചെയ്തിരിക്കുന്നതായിരിക്കും എപ്പോഴും പ്രഗ്നൻസിയിലുള്ള നിങ്ങളുടെ ശാരീരിക അസ്വസ്ഥതകൾ നിങ്ങൾക്കൊന്ന് ഓവർകം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതും എപ്പോഴും എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ് ചെയ്തിരിക്കുന്നത് തന്നെയാണ്. നിങ്ങളുടെ പ്രൊഫഷൻ അനുസരിച്ച് നിങ്ങളുടെ പ്രഗ്നൻസിയിൽ പർട്ടിക്കുലർലി എന്തെങ്കിലും കോൺട്രാൻഡിക്കേഷൻസ് ഉണ്ടെങ്കിൽ വിൽ ഡിസ്കസ് ഇൻ ദ OP. ഓക്കെ, സോ ഓൾവേസ് ട്രൈ ടു കണ്ടിന്യൂ വാട്ട് എവർ വർക്ക് യു ആർ ഡൂയിങ് ബിഫോർ പ്രഗ്നൻസി. ഓക്കെ, ദെൻ അടുത്തൊരു സംശയമാണ് ട്രാവൽ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടെന്ന് വയ്ക്കുമ്പോൾ ആദ്യം ഈ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിൽ വരുന്ന അല്ലെങ്കിൽ വീട്ടിന് തൊട്ടടുത്ത് എവിടെയെങ്കിലും സ്ഥലങ്ങളിൽ പോകുന്നതൊക്കെയാണ് ഈ ട്രാവൽ ചെയ്യുന്നതിൻ്റെ പ്രശ്നങ്ങൾ ചോദിക്കുന്നത്. ട്രാവൽ ചെയ്യുന്നതിന് യാതൊരു തടസ്സമില്ല. യു ക്യാൻ ട്രാവൽ either in കാർ, ഓട്ടോ, ബസ്, ട്രെയിൻ ഓർ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്നതിന് യാതൊരു തടസ്സമില്ല. പിന്നെ നമ്മൾ 2 wheelers ട്രാവൽ ചെയ്യുന്നതിന് കുറച്ച് പ്രിക്കോഷൻസ് പറയും. ബിക്കോസ് പ്രഗ്നൻസിയുടെ തുടക്കകാലത്ത് നിങ്ങൾക്ക് ഭയങ്കര ക്ഷീണം തോന്നാറുണ്ട്, ചിലർക്ക് തലകറക്കം തോന്നാറുണ്ട്. അതെല്ലാം പ്രഗ്നൻസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന ചേഞ്ചസിൻ്റെ ഒരു ഭാഗമാണ് BP കുറയുക എന്നുള്ളത്. കുട്ടിയിലേക്ക് കണ്ടിന്യൂസ്ലി ബ്ലഡ് ഫ്ലോ എൻഷ്യൂർ ചെയ്യാനായിട്ട് മദറിൻ്റെ BP ആ സമയത്ത് കുറവായിരിക്കും. അപ്പോൾ BP കുറയുമ്പോൾ
പ്രഗ്നൻ്റ് അല്ലെങ്കിൽ പോലും BP കുറയുമ്പോൾ തലചുറ്റൽ വരാറുണ്ട്. സോ 2 വീലറിൽ ട്രാവൽ ചെയ്യുമ്പോൾ ആ ഒരു റിസ്ക് ഉള്ളത് കാരണം നമ്മൾ സപ്പോർട്ടഡ് അല്ലല്ലോ 2 വീലറിൽ, അപ്പുറം നമുക്ക് സപ്പോർട്ട്സ് ഇല്ല. സോ അതുകൊണ്ട് 2 വീലറിൽ ട്രാവൽ ചെയ്യുമ്പോൾ ആരെങ്കിലും കൂടെ ഉണ്ടാവണം, അല്ലെങ്കിൽ കുറച്ച് കോഷ്യസ് ആയിരിക്കണം. കുറച്ചൊരു സേഫ് ഡിസ്റ്റൻസിൽ പോകുന്നതിനും 2 വീലർ ട്രാവൽ ചെയ്യുന്നതിനും കുഴപ്പമില്ല. അതുപോലെ തന്നെ ലോങ് ജേർണീസ് ഇപ്പോൾ കാറിലോ ട്രെയിനിലോ ഒക്കെ ദൂരയാത്ര പോകുന്നതിനും കുഴപ്പമില്ല. പക്ഷേ അറ്റ് എ സ്റ്റേജ് കണ്ടിന്യൂസ്ലി നിങ്ങൾ ട്രാവൽ ചെയ്യരുത്. ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുത്തിട്ട് വേണം ട്രാവൽ ചെയ്യാൻ. അതായത് ഒരു 1 or 2 hours കഴിയുമ്പോൾ വണ്ടി നിർത്തി നിങ്ങളൊന്ന് ഇറങ്ങി നടക്കുമോ. ബിക്കോസ് കണ്ടിന്യൂസ്ലി കാല് അനങ്ങാതിരുന്നാൽ കാലിലുള്ള ബ്ലഡ് ഫ്ലോ കുറച്ചൊന്ന് സ്ലോ ആകാനും അതിനുള്ളിൽ ത്രോംബസ് അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യാനൊരു റിസ്ക് പ്രഗ്നൻസിയിലുണ്ട്. സോ കണ്ടിന്യൂസ് ഒരു ദൂരം ഒരു എയർ ഫ്ലൈറ്റിലൊക്കെ ആണെങ്കിൽ പോലും എയർപ്ലെയിനിൽ ട്രാവൽ ചെയ്യുമ്പോഴും ഇതേപോലെ റിസ്ക് ഉള്ളത് കാരണം കണ്ടിന്യൂസ്ലി ഇരിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് കാലനക്കി പാദങ്ങളിങ്ങനെ ഈ ഒരു മൂവ്മെൻറ്റ്സ് ഇങ്ങനെ ഫ്ലക്സ് ചെയ്ത് ഒരു മൂവ്മെൻറ്റ്സിൽ മസിലിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കണ്ടിന്യൂസ്ലി ആ മസിൽ വർക്ക് ചെയ്യുന്ന രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് മൂവ്മെൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ കുഴപ്പമില്ല. അതുപോലെ തന്നെ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്നതിന് അത് ഓരോ എയർലൈൻസിൻ്റെ പെർട്ടിക്കുലേഷൻസ് അവരുടെ റെഗുലേഷൻസ് ഉണ്ടാക്കും. ഇന്ന് കുറച്ചൊരു ജസ്റ്റേഷണൽ ഏജ് കഴിഞ്ഞാൽ ട്രാവൽ ചെയ്യാൻ പറ്റില്ല എന്ന് ചിലർ പറയാറുണ്ട്. സോ വി ക്യാൻ ആക്ച്വലി പ്രൊവൈഡ് സർട്ടിഫിക്കറ്റ് വെദർ യു ആർ ഫിറ്റ് ടു ട്രാവൽ ഓർ നോട്ട്. അത് നമ്മൾ യൂഷ്വലി പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ദെൻ ട്രാവൽ ചെയ്യുമ്പോൾ സീറ്റ് ബെൽറ്റ് യൂസ് ചെയ്യുന്ന കറക്റ്റ് പോസ്റ്റർ എങ്ങനെയായിരിക്കണം. അപ്പർ ഈസ് ഓക്കെ, ലോവർ പാർട്ടിൽ നമ്മുടെ ടമ്മിയുടെ താഴെ കൂടെ ആയിരിക്കണം, ബേബിയുടെ മുകളിൽ കൂടെ അല്ല. ടമ്മിയുടെ മുകളിൽ കൂടെ അല്ല, ടമ്മിയുടെ താഴെ വേസ്റ്റ് ലൈൻ കൂടെ ആയിരിക്കണം താഴത്തെ ബെൽറ്റ് പാസ് ചെയ്യേണ്ടത്. ഓക്കെ. ദെൻ പ്രഗ്നൻസിയിൽ എന്തൊക്കെ കഴിക്കാം, എന്തെങ്കിലും കഴിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്, കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്നതാണ് OP വരുമ്പോൾ ഉള്ളത്. നമ്മൾ പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് അലർജി ഇല്ലാത്ത ഹെൽത്തി ആയിട്ടുള്ള എന്ത് ഭക്ഷണം വേണമെങ്കിലും കഴിക്കാം. ഓക്കെ. അതായത് അൺഹെൽത്തി ആയ ഫുഡ് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടത് ഒബ്വിയസ്ലി ആൽക്കഹോൾ അവോയ്ഡ് ചെയ്യണം, റോ അൺകുക്ക്ഡ് ഫുഡ് അവോയ്ഡ് ചെയ്യണം, ഹൈ മെർക്കുറി ഫിഷ് അവോയ്ഡ് ചെയ്യണം. കുക്ക്ഡ് ഫുഡ് പർട്ടിക്കുലർലി അതിൽ നിന്ന് അറിയേണ്ട കുക്ക്ഡ് ഫുഡ് ആയിരിക്കണം. ജങ്ക് ഫുഡ്സ് അവോയ്ഡ് ചെയ്യണം. സ്പൈസി ആയിട്ടുള്ള ഫുഡ്സൊക്കെ അവോയ്ഡ് ചെയ്യണം. പിന്നെ കോമൺ ആയിട്ടുള്ളൊരു സംശയം, നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ്റെ ഒരു ക്ലാസ് പുറകെ വരുന്നുണ്ട്, കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഡയറ്റിൽ അവിടെ ഡിസ്കസ് ചെയ്യും. നമ്മൾ OP കോമൺ ആയിട്ട് കഴിക്കുന്ന 2-3 ക്വസ്റ്റ്യൻസാണിത്. കുങ്കുമപ്പൂവ് കഴിച്ചാൽ കുട്ടിക്ക് നിറത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ എന്നുള്ളത് ഒരിക്കലും ഇല്ല. കുഞ്ഞിൻ്റെ നിറം ഇറ്റ് ഈസ് ജനറ്റിക്കലി ഡിറ്റർമൈൻഡ്. അമ്മയുടെ, അച്ഛൻ്റെ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിൻ്റെ, നമ്മുടെ ഫാമിലിയിലെ ജനറ്റിക്കലി ഡിറ്റർമൈൻഡ് ആണ് ബേബിയുടെ കളർ. അപ്പോൾ സാഫ്രോൺ കഴിച്ചാൽ അതിൽ വ്യത്യാസമൊന്നും വരാനില്ല. അതുപോലെ തന്നെ ക്യാൻ വി ഈറ്റ് പപ്പായ, പൈനാപ്പിൾ, ഡേറ്റ്സ് ഒക്കെ പ്രഗ്നൻസിയിൽ കഴിക്കാമോ എന്ന് സംശയമുണ്ട്. ബിക്കോസ് നമ്മൾ കേട്ട പഴയ കഥകളിലൊക്കെ അബോർഷൻ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ പപ്പായ പൈനാപ്പിൾ കഴിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. അത് കഴിച്ചാൽ അബോർഷൻ ഉണ്ടാവില്ല. പപ്പായ, പൈനാപ്പിൾ അബോർട്ടിഫിയേഷൻ എന്ന് പറയാനുള്ളൊരു റീസൺ യൂട്രൈൻ കൺട്രാക്ഷൻസ് അത് ഉണ്ടാക്കും എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പീരീഡ്സ് ഉള്ള സമയത്ത് നിങ്ങൾക്ക് കഴിച്ചാൽ അറിയാൻ ചിലപ്പോൾ കുറച്ചൊരു ബ്ലീഡിങ് ചിലപ്പോൾ ചിലർക്ക് കൂടുതലായിട്ട് കാണും. അതല്ലാതെ ഈ പ്രഗ്നൻസി അലസിപ്പിക്കാനുള്ള യാതൊരു കാര്യവും അതിനകത്തൊന്നുമില്ല. ഓക്കെ. ഞാൻ എൻ്റെ പ്രഗ്നൻസിയിൽ കഴിക്കുമായിരുന്നു പപ്പായ. നമുക്കൊരു കൊതി തോന്നുവാണെന്നുണ്ടെങ്കിൽ 1-2 പീസോ കഴിക്കുന്നതിന് യാതൊരു തടസ്സമില്ല. ഡേറ്റ്സ് ഇസ് റിച്ച് ഇൻ അയൺ, ഡേറ്റ്സ് കഴിക്കുന്നതിനും യാതൊരു കുഴപ്പമില്ല. പപ്പായ, പൈനാപ്പിളൊക്കെ സേഫാണ്. ദെൻ ഷുഡ് ഐ ഈറ്റ് ഫോർ 2 person? ഞാനുണ്ട്, എൻ്റെ ഉള്ളിലൊരു കുഞ്ഞുണ്ട്. അപ്പോൾ 2 പേർക്കുള്ള ഭക്ഷണം കഴിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കുട്ടിക്ക് ആവശ്യമുള്ള പോഷകം അമ്മയുടെ ന്യൂട്രിയൻസ് അമ്മയുടെ ബ്ലഡിൽ നിന്ന് ബേബിയിലേക്ക് എത്തിക്കൊള്ളും. അപ്പോൾ 2 പേർക്കുള്ള ഫുഡ് കഴിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങൾക്ക് വയറ് നിറയുന്നതനുസരിച്ച് നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന ലെവലിൽ കഴിച്ചാൽ മതി. ഓക്കെ. ഓവറായിട്ട് കഴിക്കേണ്ട കാര്യമില്ല. ഓക്കെ. ദെൻ ഹൗ ഓഫൺ ഷുഡ് ഐ വിസിറ്റ് ദ ഡോക്ടർ? ഇതൊരു ജനറൽ പ്രിൻസിപ്പിളാണ്. അതായത് ഒരു 28 weeks വരെ വൺസ് ഇൻ എ മന്ത്, അത് കഴിഞ്ഞ് 36 weeks വരെ വൺസ് ഇൻ 2 weeks, ദെൻ വീക്ക്ലി. ഇതൊരു ലോ റിസ്ക് പേഷ്യൻറ്റിന് നമ്മൾ WHO ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ടാണ് ഇത് പറയുന്നത്. പക്ഷേ ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ ഓരോ ഇൻഡിവിജ്വൽ പ്രഗ്നൻസിയിലെ ഇഷ്യൂസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത്, ബേബിയുടെ ഹെൽത്ത് അനുസരിച്ചിട്ട് ചിലപ്പോൾ ഇതിൽ വേരിയേഷൻസ് വരാം. അത് നിങ്ങളെ കാണിക്കുന്ന ഡോക്ടർ അത് കറക്റ്റായിട്ട് നിങ്ങൾ അടുത്ത അപ്പോയിൻമെൻറ്റ് ഡേറ്റ് എന്തായാലും ഡിസ്കസ് ചെയ്യുന്നതാണ്. ദെൻ ആർ അൾട്രാസൗണ്ട് സ്കാൻ സേഫ് ഇൻ പ്രഗ്നൻസി?
നമുക്ക് ബേബിയുടെ കാര്യങ്ങൾ അറിയാനായിട്ട് ആകെയുള്ള ഒരു ഓപ്ഷൻ സ്കാൻ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അൾട്രാസൗണ്ട് സ്കാനിൽ ബേബിനെ ഹാം ചെയ്യുന്ന യാതൊരുവിധ റേഡിയേഷൻസും ഇല്ല. ഓക്കെ, അൾട്രാസൗണ്ട് സ്കാനിൻ്റെ പിന്നിലുള്ള ഫിസിക്സ് മനസ്സിലായാൽ അത് മനസ്സിലാവും. അതായത് അൾട്രാസൗണ്ടിൽ നമ്മളെന്താ, ആ പേരിൽ തന്നെയുണ്ട്, ബേബിയുടെ അടുത്തേക്ക് ആ സ്കാൻ മെഷീനിൽ നിന്ന് ചെറിയ വേവ് ലെങ്ത്തിലുള്ള സൗണ്ട് പാസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഒരു ഒബ്ജക്റ്റിൽ പോയി തട്ടി കഴിയുമ്പോൾ തിരിച്ചു വരുന്ന വേവ് ലെങ്ത്തിലുള്ള വേറെ ഫ്രീക്വൻസിയുള്ള വേവ് ലെങ്ത്ത് വരും. സോ ആ വേവ് ലെങ്ത്ത് വെച്ചിട്ട് നമുക്ക് മെഷീനിൽ ഇമേജസ് കാണാൻ പറ്റും. സോ അതൊരു സൗണ്ട് വേവ്സ് മാത്രമാണ്, റേഡിയേഷൻസ് ഒന്നുമില്ല. എത്ര സ്കാൻ ചെയ്താലും ബേബിക്ക് യാതൊരു ഹാമും ഇല്ല അതുകൊണ്ട്. ഓക്കെ, ദെൻ ബൈ ഡൂയിങ് മോർഫോളജി സ്കാൻ ഈസ് ഇറ്റ് പോസിബിൾ ടു ഡിറ്റക്ട് ഓൾ അനോമലി. അതായത് നമ്മൾ 20ാമത്തെ ആഴ്ചയിൽ 5ാം മാസത്തിൽ കുട്ടിക്ക് ഒരു അനോമലി സ്കാൻ ചെയ്യും, അതായത് അംഗവൈകല്യത്തിലുള്ള സ്കാൻ ചെയ്യും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, നമ്മൾ അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ ഈ സൗണ്ട് വേവ്സ് വന്നിട്ട് നമുക്കൊരു ഇമേജസാണ് കിട്ടുന്നത്, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊരു ഇമേജസ്, ജസ്റ്റ് ലൈക്ക് ഒരു ഷാഡോ പോലെ, ഒരു നിഴൽ പോലുള്ള രൂപമാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ബേബിയുടെ ഒരു ഓവറോൾ ഇമേജ് കാണാൻ പറ്റും. ലൈക്ക് ഒരു സ്ട്രക്ചറൽ പ്രശ്നങ്ങൾ കൂടുതൽ അത്ര ഒബ്വിയസ് ആയിട്ട് കാണുന്നത്, ക്ലിയർ ആയിട്ട് കാണുന്നത് എന്തായാലും പിക്ക് ചെയ്യും. പക്ഷെ മൈന്യൂട്ട് ആയിട്ടുള്ളത് ചിലപ്പോൾ ഒരു 100% അനോമലീസ് ചിലപ്പോൾ പിക്ക് ചെയ്യണമെന്ന് നിർബന്ധം ഇല്ല. അതുപോലെ തന്നെ ഒരു പറയുന്നുണ്ട്, ഒരു 15 to 20% ചിലപ്പോൾ അത് മിസ്സാകാം. ഓക്കെ, ബിക്കോസ് നമ്മൾ ബേബിനെ ഡയറക്റ്റ് നേക്കഡ് ആയതുകൊണ്ട് കാണുകയല്ല, ഇറ്റ്സ് ഓൾ എ ഷാഡോ അല്ലെങ്കിൽ ഒരു ഇമേജസ് മാത്രമാണ്. അതുപോലെ തന്നെ ബേബിയുടെ സ്ട്രക്ചറൽ പ്രശ്നങ്ങൾ മാത്രമാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. ഫിസിക്കൽ, അതായത് മെൻ്റലി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളതൊന്നും നമുക്ക് ഈ സ്കാൻ കൊണ്ട് തിരിച്ചറിയാൻ പറ്റില്ല. ഓക്കെ, ഒരു പ്രീവിയസ് പ്രഗ്നൻസി ലോസ് ഉണ്ടായാൽ ഐ തിങ്ക് ദിസ് ക്വസ്റ്റ്യൻ ഈസ് റിലവൻറ്റ് ഫോർ ഹു ആർ സിറ്റിംഗ് ഹിയർ, ബിക്കോസ് ഓൾറെഡി കുറച്ചൊരു പ്രഗ്നൻസി മുന്നോട്ട് പോയവരായിരിക്കും അവിടെ ഇരിക്കുന്നത്. ബട്ട് ഈ ക്വസ്റ്റ്യൻ നമ്മുടെ കൂട്ടത്തിലുള്ളതാണ്. അതായത് ഒരു തവണ പ്രഗ്നൻസി ലോസ് ആയാൽ വീണ്ടും ഒരു സക്സസ്ഫുൾ പ്രഗ്നൻസി ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓഫ് കോഴ്സ് ഉണ്ട്. നമുക്ക് ആ ചാർട്ട് നോക്കിയാൽ അറിയാം. അപ്പോൾ 3 മിസ്കാരേജ് കഴിഞ്ഞാലും വീണ്ടും ഒരു മിസ്കാരേജ് വരാൻ ഒരു 30% റിസ്ക് ഉണ്ട്. സോ ഇപ്പോഴത്തെ എഴുതിയിരിക്കും നിങ്ങൾക്ക് വായിക്കാൻ, ദാറ്റ് ഈസ് 30% മിസ്കാരേജ് ഉണ്ടായാലും ദർ ഈസ് 70 to 80% ചാൻസ് ദാറ്റ് യു ക്യാൻ ഹാവ് എ നോർമൽ പ്രഗ്നൻസി ഈവൻ ഇഫ് യു ഹാവ് എ മിസ്കാരേജ്. ഓക്കെ, ദെൻ വെയ്റ്റ് ഗെയിൻ ഇൻ പ്രഗ്നൻസി. ഐഡിയലി ഒരു 8 to 10 kg ആണ് ഒരു ഹെൽത്തി വെയ്റ്റ് ഗെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ബട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഈച്ച് ഇൻഡിവിജ്വൽസ് BMI. വെയിറ്റ് കൂടുതലുള്ള ഒരാൾക്ക് ഇത്രയും 8 to 10 kg കൂടേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഒരുപാട് BMI വളരെ കുറവുള്ളവർക്ക് കുറച്ചും കൂടി വെയിറ്റ് കൂടേണ്ടതുണ്ട്. സോ ഒരു ആവറേജ് നമ്മൾ പറയുന്നത് 10 kg ആണ്. ദെൻ ഈ 10 kg നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിവൈഡ് ദ പ്രഗ്നൻസി ഇൻ ടു 3, ഫസ്റ്റ്, സെക്കൻഡ് ട്രൈമസ്റ്റർ ആൻഡ് തേർഡ് ട്രൈമസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ 3 മാസം വി എക്സ്പെക്ട് ഓൺലി 1 to 2 kg. ദെൻ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ഒരു 5 kg, തേർഡ് ട്രൈമസ്റ്ററിൽ ഒരു 5 kg ആണ് ഒരു നോർമലി എക്സ്പെക്റ്റഡ് വെയിറ്റ് ഗെയിൻ. സോ ആദ്യത്തെ ട്രൈമസ്റ്ററിലെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ബേബി സ്മോൾ ആണ്, പ്ലസൻ്റ് അത്ര ഡെവലപ്ഡ് അല്ല. അപ്പോൾ ബേബീനെ ഹോൾഡ് ചെയ്യുന്നത് കുറച്ച് ഹോർമോൺസ് ഈ പ്ലസൻ്റയിൽ നിന്ന് വരണം. സോ പ്ലസൻ്റയിൽ നിന്ന് ഹോർമോൺസ് വരുന്നത് വരെ നമ്മുടെ ഓവറിയിൽ ഒരു ചെറിയ സിസ്റ്റത്തിൽ നിന്നാണ് ഈ ഹോർമോൺസ് വരുന്നത്. ഓക്കെ, ഈ പ്രഗ്നൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഹോർമോൺ കുറച്ചൊരു എമറ്റോജനിക് എന്ന് പറയുന്നത് ഛർദി വരാൻ ടെൻഡൻസി ഉണ്ടാക്കുന്ന ഒരു ഹോർമോണാണ് ഫസ്റ്റ് 3 months ബോഡിയിൽ കൂടുതലുള്ളത്. ആ ഹോർമോണിൻ്റെ വാല്യൂ ഒന്ന് കുറയാനായിട്ട് ഒരു 15 weeks എടുക്കും. ഓക്കെ, അപ്പോൾ ഒരു പീക്ക് വരുന്നത് ഒരു 10 to 14 weeksൻ്റെ ആ സമയത്ത്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഹോർമോൺ ഭയങ്കര പീക്കിൽ നിൽക്കുന്നത് കാരണം നിങ്ങൾക്ക് വോമിറ്റിങ്ങിനുള്ള ടെൻഡൻസി ഭയങ്കര കൂടുതലായിരിക്കും. സോ ഫസ്റ്റ് 2 months വോമിറ്റിംഗ് കൂടുതലുള്ളവർ ഒരുപാട് പേര് ഇവിടെ ഉണ്ടായിരിക്കാം, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ആ സമയത്ത് നമ്മൾ വോമിറ്റ് ചെയ്ത് വെയിറ്റ് ലോസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. സോ ആദ്യത്തെ ഫസ്റ്റ് 3 months വെയിറ്റ് ഗെയിൻ ഇല്ലെങ്കിലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ദാറ്റ് ഈസ് ആക്ച്വലി നോർമലാണ്. ചിലർക്ക് അങ്ങനെ ആയിരിക്കും. ആ സമയത്ത് ആരും ആ കുട്ടീനെ ഒന്നും കഴിക്കുന്നില്ല അല്ലെങ്കിൽ നിർബന്ധിപ്പിച്ച് കഴിപ്പിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കുട്ടിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അമ്മയുടെ ശരീരത്തിൽ നിന്ന് എന്തായാലും കിട്ടും. പിന്നെ അമ്മയുടെ ക്ഷീണം കുറയ്ക്കാനായിട്ടുള്ള മാർഗ്ഗങ്ങളാണ് പിന്നെ നമ്മൾ നോക്കേണ്ടത്. കുഞ്ഞിൻ്റെ കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട. ആദ്യത്തെ 3 മാസങ്ങളിൽ വെയിറ്റ് ലോസ് ഈസ് നോർമൽ. ദെൻ അത് കഴിഞ്ഞാൽ 1 kg per month ആണ് നമ്മളൊരു ഏകദേശം ഒരു ഐഡിയൽ വെയിറ്റ് ഗെയിൻ പറയുന്നത്. ഈ പറഞ്ഞല്ലോ 2 പേരുള്ളത് കാരണം 2 പേർക്കുള്ള ഫുഡ് കഴിച്ചാലത്തെ പ്രശ്നം എക്സസീവ് വെയിറ്റ് ഗെയിൻ ആണ്. വെയിറ്റ് ഒരുപാടായാലും പ്രശ്നങ്ങളാണ്.
വെയിറ്റ് ഗെയിനിൻ്റെ പ്രശ്നങ്ങളാണ്, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാം, അമ്മയ്ക്ക് ഷുഗർ ഉണ്ടാകാം, ബേബിയുടെ വെയിറ്റ് കൂടാം, അങ്ങനെ ആ പ്രശ്നങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ഏകദേശം ഈ ഒരു റേഞ്ചിലാണ് വെയിറ്റ് ഗെയിൻ വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് കാലിലുള്ള നീര് പലർക്കും ഒരു കൺസേൺ ആണ്. നോർമലി പ്രഗ്നൻസിയിലുണ്ടാകുന്ന ഒരു നോർമൽ ചേഞ്ചാണ് കാലുകളിൽ നീര് വരിക. അത് കാരണങ്ങൾ പറയുവാണെങ്കിൽ നമ്മൾ ഗർഭപാത്രം വളരുന്നതനുസരിച്ച് യൂട്രസിന് വലിപ്പം വയ്ക്കുമ്പോൾ ബ്ലഡ് ഫ്ലോയിൽ വേരിയേഷൻസ് വരുന്നതുകൊണ്ട് ഡിപ്പെൻഡൻറ്റ് പാർട്സിൽ നീര് വരും. ഡിപ്പെൻഡൻറ്റ് പാർട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ നിൽക്കുമ്പോൾ നമുക്ക് താഴെ വരുന്ന ഭാഗങ്ങൾ, അപ്പോൾ കാലിലാണ് യൂഷ്വലി നീര് വരുന്നത്. നോർമലി പ്രഗ്നൻസിയിൽ നീര് വരുന്നത് 2 കാലിലും ഒരേപോലെ ആയിരിക്കും നീര് വരുന്നത്. അത് യൂഷ്വലി നൈറ്റ്, അതായത് ദിവസം തുടങ്ങി ഈവനിങ് ആകുമ്പോഴത്തേക്കും ആ നീര് കൂടിക്കൂടി വന്ന് രാത്രി നിങ്ങൾ ഉറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും യൂഷ്വലി ആ നീര് കുറഞ്ഞു പോകുന്നതാണ്. ഇത് നോർമലാണ് പ്രഗ്നൻസിയിലും. ഈ പറഞ്ഞ പോലെ ഒരു കാലിൽ മാത്രം നീര് വരിക, അപ്പോൾ അതെന്തെങ്കിലും ലോക്കൽ കോസസ് കൊണ്ടായിരിക്കാം. കാലിൽ എന്തെങ്കിലും, അതായത് ബ്ലഡ് ഫ്ലോയിൽ എന്തെങ്കിലും വേരിയേഷൻസ് കൊണ്ട് അങ്ങനെ വരാം. അതല്ലെങ്കിൽ ഈ നീര് കൂടിക്കൂടി വരികയാണ്, പകൽ അത് കൂടി വന്നിട്ടും രാത്രിയിൽ അത് കുറഞ്ഞു പോകുന്നില്ല, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേറെ പ്രഗ്നൻസി റിലേറ്റഡ് കോംപ്ലിക്കേഷൻസ് കൊണ്ടായിരിക്കും അങ്ങനെ നീര് വരുന്നത്. യൂഷ്വലി ഹൈപ്പർ ടെൻഷൻ അൺകൺട്രോൾഡ് ആയി പോകുമ്പോഴാണ് അങ്ങനെ വരുന്നത്. സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡിപ്പെൻഡൻറ്റ് പാർട്സിൽ, അതല്ലാതെ ഫേഷ്യൽ പഫിനെസ്, കയ്യിലൊക്കെ നീര് വരുന്നത്, ഇതെല്ലാം പെത്തോളജിയാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട് പറയണം, നമുക്കത് ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി ആർ ഓൾ മെഡിസിൻസ് സേഫ് ഇൻ പ്രഗ്നൻസി? അബ്സല്യൂട്ട്ലി അല്ല. എല്ലാ മെഡിസിൻസും നമുക്ക് പ്രഗ്നൻസിയിൽ സേഫ് ആണെന്ന് പറയാൻ പറ്റില്ല. ടെറട്ടോജനിക്, അതായത് കുട്ടിക്ക് അംഗവൈകല്യങ്ങൾ വരുത്തുന്ന പല മെഡിസിൻസ് ഉണ്ട്. സോ വെനെവർ യു ആർ പ്രഗ്നൻറ്റ്, വെൻ യു ആർ കൺസൾട്ടിങ് എ ഡോക്ടർ, യു നീഡ് ടു റിവീൽ ദാറ്റ് യു ആർ പ്രഗ്നൻറ്റ്. പ്രഗ്നൻസിയിൽ സേഫ് ആയിട്ടുള്ള ഡ്രഗ്സ് മാത്രമാണ് നിങ്ങൾ കഴിക്കാവുള്ളൂ. ഓവർ ദ കൗണ്ടർ ഡ്രഗ്സ് എടുക്കരുത്. OTC എന്ന് പറഞ്ഞാൽ ഓവർ ദ കൗണ്ടർ, നിങ്ങൾ കോമൺ ആണ് നമ്മുടെ നാട്ടിൽ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഇന്ന അസുഖം ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് മരുന്ന് വാങ്ങി കഴിക്കുന്നത്. അങ്ങനെ ഒരിക്കലും പ്രഗ്നൻസിയിൽ അങ്ങനെ ചെയ്യരുത്. ഓവർ ദ കൗണ്ടർ മെഡിസിൻസ് എടുത്തു കഴിഞ്ഞാൽ പ്രഗ്നൻസി സേഫ് ആയിട്ടുള്ളതാണോ എന്ന് കടലിൽ നിൽക്കുന്ന ആൾക്ക് ചിലപ്പോൾ പറയണമെന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ എന്തെങ്കിലും മെഡിസിൻസ് നിങ്ങൾ ഓൾറെഡി പ്രഗ്നൻസിക്ക് മുമ്പ് കഴിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വിസിറ്റിൽ വരുമ്പോൾ ഡോക്ടറെ അടുത്ത് പറയണം. ചിലപ്പോൾ എല്ലാ മെഡിസിൻസും പ്രഗ്നൻസിയിൽ സേഫ് ആയിരിക്കണം എന്നുമില്ല. ഓക്കെ, ഇനി പ്രഗ്നൻസിയിൽ എടുക്കേണ്ട മെഡിസിൻസ് ഏതൊക്കെയാണ്? നമ്മൾ യൂഷ്വലി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ വരുമ്പോൾ തന്നെ ഫസ്റ്റ് വിസിറ്റിൽ ഫോളിക് ആസിഡ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ഫോളിക് ആസിഡ് ബേബിയുടെ ന്യൂറൽ ഡെവലപ്മെൻറ്റിന്, ബ്രെയിൻ, സ്പൈനൽ കോഡിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റിന് ഇമ്പോർട്ടൻ്റ് ആണ്. അത് യൂഷ്വലി തരാറുണ്ട്. പിന്നെ അയണും കാൽഷ്യം തരാറുണ്ട്. കാൽഷ്യം ബേബിയുടെ ബോൺ ഗ്രോത്തിന് വേണ്ടിയിട്ടും അയൺ ബേബിക്ക് വേണ്ടിയിട്ടും മദറിനും വേണ്ടിയിട്ടുമാണ്. സോ അത് കണ്ടിന്യൂസ്ലി കഴിക്കണം. പിന്നെ അയണും കാൽഷ്യവും നിങ്ങൾ ഒരുമിച്ച് കഴിക്കരുത്. അയണും കാൽഷ്യം ഒരുമിച്ച് കഴിച്ചാൽ കാൽഷ്യം അബ്സോർപ്ഷൻ നടക്കില്ല. അയൺ രാവിലെ ആണെങ്കിൽ കാൽഷ്യം രാത്രി കഴിക്കണം. അതുപോലെ തന്നെ അയൺ കഴിക്കുമ്പോൾ കോമൺലി കാണുന്ന ബുദ്ധിമുട്ടാണ്, കുറച്ച് ഗ്യാസ്ട്രൈറ്റിസ് കൂടുതലായിട്ട് ഉണ്ടാകും. സോ ഒരു ടിപ്പ് അയൺ കഴിക്കാനായിട്ട്, നിങ്ങളൊന്നുകിൽ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ, അത് ഭക്ഷണത്തിനോടൊപ്പം തന്നെ അയൺ ഗുളിക കഴിക്കാം. അതുപോലെ തന്നെ രാത്രിയിൽ കിടക്കുന്നതിന് ഒരുപാട് നേരത്തെ മുമ്പ് തന്നെ അയൺ കഴിക്കണം. നിറയെ വെള്ളം കുടിക്കണം. അതുപോലെ തന്നെ അയൺ കഴിക്കുമ്പോൾ വരുന്ന വേറൊരു ബുദ്ധിമുട്ടാണ് കോൺസ്റ്റിപ്പേഷൻ വരാൻ സാധ്യതയുണ്ട്. വയറ് മുറുകിയായിരിക്കും പോകുന്നത്. സോ വെള്ളം നന്നായിട്ട് കുടിക്കണം. അയൺ കഴിക്കുന്നതുകൊണ്ട് മാത്രമല്ല, പ്രഗ്നൻസിയിൽ ഓൾ ടുഗദർ വെള്ളം നന്നായിട്ട് കുടിക്കണം. അതുപോലെ തന്നെ ചിലർക്കൊരു മെലീൻ, അതായത് സ്റ്റൂൾ ബ്ലാക്ക് കളറിൽ പോകാറുണ്ട് അയൺ കഴിച്ചത്. അത് അയൺ ടാബ്ലറ്റ് കഴിക്കുന്നവർക്ക് ബ്ലാക്ക് കളറിൽ സ്റ്റൂൾ പോകുന്നത് നോർമലാണ്, അത് പേടിക്കണ്ട. ഓക്കെ, ഇനി ഇതൊരു കോമൺ സംശയമാണ്, പ്രഗ്നൻസിയിൽ സെക്സ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. ഇറ്റ് ഈസ് ആക്ച്വലി ഒരു ലോ റിസ്ക് പേഷ്യൻ, അൺകോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസി ആണെന്നുണ്ടെങ്കിൽ ഇഫ് ദ വിമൺ ഈസ് കംഫർട്ടബിൾ സെക്ഷൽ കോൺടാക്റ്റ് ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ചില സിറ്റുവേഷൻസിൽ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പറയും. ഒരു പ്രീ ടേം ഡെലിവറി, അതായത് മാസം തികയുന്നതിന് മുമ്പ് ഡെലിവറി നടക്കാൻ സാധ്യതയുള്ള എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, അതല്ലെങ്കിൽ പ്ലാസൻ്റ പ്രീവിയ, അതായത് മറുപിള്ള താഴെ ആകുമ്പോൾ ഒരു റിസ്ക് ഉള്ളത്, ബ്ലീഡിങ് വരാനൊരു റിസ്ക് ഉണ്ട്. സോ അങ്ങനെയുള്ളപ്പോൾ സെക്ഷൽ കോൺടാക്റ്റ് അവോയ്ഡ് ചെയ്യാൻ പറയാറുണ്ട്. ഓക്കെ, പിന്നെ ഒരു 5 months ഒക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാവരും വരുന്നൊരു സംശയമാണ്, കുഞ്ഞിന് അനക്കം കിട്ടുന്നില്ല ഡോക്ടറെ, എപ്പോഴാണ് അനക്കം കിട്ടി തുടങ്ങുക എന്നുള്ളത്. സോ നമുക്ക് ഒരു തവണ പ്രഗ്നൻ്റ് ആയ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മദറിന് ചിലപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം പ്രഗ്നൻസിയിൽ കുറച്ചുകൂടി നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ഉള്ള കാരണം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഏകദേശം ഒരു
18 to 22 വീക്സിലാണ്, അതായത് 18 ആഴ്ച അല്ലെങ്കിൽ 22 വീക്സ്. 18 വീക്സിൽ മൾട്ടീസ് തന്നെ ആയിരിക്കും, അതായത് ഓൾറെഡി പ്രഗ്നൻസി ഉള്ളവർക്കായിരിക്കും 18 വീക്സിലൊക്കെ അറിയത്തുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ 20 വീക്സ് കഴിഞ്ഞ് 22 24 വീക്സിലൊക്കെ അറിയാൻ പറ്റുള്ളൂ. അതിങ്ങനെ വലിയൊരു ബേബി ഇങ്ങനെ ഭയങ്കര മൂവ്മെൻറ്റ്സ് ഒന്നും അറിയാൻ പറ്റില്ല. ഒരു ഫെദറി ടച്ച് അങ്ങനെയല്ലേ ചെയ്തിരിക്കുന്നത്, ഒരു ലൈറ്റ് ഫെദർ ടച്ച്, ഒരു ജസ്റ്റ് ഇങ്ങനെ വന്ന് പതുക്കെ ഇങ്ങനെ തലോടുന്ന പോലെയൊക്കെയാണ് ആദ്യത്തെ മൂവ്മെൻറ്റ്സ് ഒക്കെ ഫീൽ ചെയ്യുള്ളൂ. നന്നായിട്ട് ബേബിയുടെ കൈയും കാലും ഒക്കെ ഇട്ട് അങ്ങനെയൊക്കെ മൂവ്മെൻറ്റ്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു 28 വീക്സ് ഒക്കെ കഴിയണം. അതുപോലെ തന്നെ ഈ മൂവ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പറയാം കുഞ്ഞുങ്ങളൊരു ദിവസം ഫുൾ ടൈം ഒരുപാട് സമയം അവർ ഉറങ്ങും. ഒരു 20 hours 22 hours ഒക്കെ അവർ കിടന്നുറങ്ങും. ആകെ കുറച്ച് സമയമാണ് അവർ ഉണർന്നിരിക്കുന്നത്. അപ്പോൾ കൂടുതലും മിക്കവാറും നിങ്ങൾക്ക് നൈറ്റ് ടൈമിലായിരിക്കും അനക്കം കൂടുതൽ കിട്ടുന്നത്. മിക്കവർക്കും അങ്ങനെയാണ്, നിർബന്ധമില്ല. അതുപോലെ തന്നെ നമ്മളൊരു നോർമൽ മൂവ്മെൻറ്റ് കൗണ്ട് എന്ന് പറയുന്നത് 24 hours ഒരു 10 മൂവ്മെൻറ്റ്സ് ഇസ് നോർമൽ. അതല്ലെങ്കിൽ ഒരു 1 hour ഒരു 3 മൂവ്മെൻറ്റ്സ് ഇസ് നോർമൽ. സോ ഇതെല്ലാ ബേബീസിനും ഒരുപോലെ ആവണം എന്നില്ല. നിങ്ങൾക്ക് മുന്നോട്ട് പോകും തോറും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും നിങ്ങളുടെ ബേബിക്ക് ഒരു മൂവ്മെൻ്റ്, ഒരു പാറ്റേൺ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കാം, വേണമെങ്കിൽ കൗണ്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് ആ മൂവ്മെൻറ്റ് കൗണ്ടിൽ എന്തെങ്കിലും ഒരു വേരിയേഷൻസ് തോന്നുകയാണ്, മൂവ്മെൻറ്റ് എന്തെങ്കിലും കുറഞ്ഞ പോലെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് അലാമിംഗ് ആണ്. അങ്ങനെ ഒരു അനക്കക്കുറവ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ലേബർ റൂമിലേക്ക് വരാം. അവിടെ 24 hours ആൾക്കാരുണ്ടാകും. ബേബിയുടെ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യണം, ആവശ്യമെങ്കിൽ ഗ്രാഫ് എടുക്കുക അല്ലെങ്കിൽ സ്കാൻ ഒക്കെ ചെയ്ത് നോക്കേണ്ടി വരും. സോ ഏകദേശം നിങ്ങളുടെ ബേബിയുടെ മൂവ്മെൻറ്റ് പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ. പിന്നെ ഭയങ്കര വറി ആയിട്ടുള്ളൊരു സംശയമാണ് ഉറങ്ങുന്നതിൻ്റെ പൊസിഷൻ. ഏത് പൊസിഷനിൽ ഉറങ്ങിയാൽ അല്ലെങ്കിൽ അങ്ങനെ കിടന്നാൽ ഇങ്ങനെ കിടന്നാൽ കുഞ്ഞിന് ഹാമാകുമോ? ഇതൊക്കെ ചില കഥകളിൽ അല്ലെങ്കിൽ സിനിമകളിലൊക്കെ കേട്ടിട്ട് വീട്ടിലുള്ളവർ അല്ലെങ്കിൽ മുതിർന്നവർ കൂട്ടുകാരൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് നൈറ്റിലൊരു 8 hours സ്ലീപ്പ് അല്ലെങ്കിൽ പകലൊരു 2 hours സ്ലീപ്പ് കിട്ടിയാൽ നല്ല കാര്യമാണ്. പക്ഷേ പ്രഗ്നൻസി മുന്നോട്ട് പോകുന്തോറും ഈ 8 hours സ്ലീപ്പ് അത്ര കാര്യമായിട്ട് കിട്ടണം എന്നില്ല. മുന്നോട്ട് പോകുന്തോറും അതിന് ബുദ്ധിമുട്ട് കൂടുതലായിരിക്കും. നമുക്കറിയാം കുഞ്ഞ് വലുതാവുന്നതനുസരിച്ച് യൂട്രസ് വലുതാകും, ഗർഭപാത്രം വളർന്ന് ഇത് നമ്മുടെ ഈ സിഫിസ്റ്റോണ്, അതായത് ചെസ്റ്റ് ബോണ്ട് താഴെ വരെ എത്തുന്ന ആ സമയത്താകുമ്പോഴത്തേക്കും ഭയങ്കര ഡിസ്ട്രസ് ആയിരിക്കും. അതായത് നമുക്ക് ആ സമയത്ത് ഗർഭപാത്രം വയറിലുള്ള ബാക്കി ഓർഗൻസിൻ്റെ സ്പേസും കൂടി ഒക്കുപ്പൈ ചെയ്യുകയാണ്. അപ്പോൾ മുകൾ ഭാഗത്തുള്ള ലങ്സിൻ്റെ സ്പേസും കുറച്ച് ഒക്കുപ്പൈ ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു നോർമൽ ആളുകളെ പോലെ ഒരു സൗണ്ട് സ്ലീപ്പ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒരു നോർമലി ഉള്ള പോലെ ചെറിയൊരു ശ്വാസം, നോർമൽ ആൾക്കാരെക്കാളും കൂടുതലായിട്ട് ഒരു ശ്വാസം അല്ലെങ്കിൽ കിതപ്പ് കോമൺലി കാണാറുണ്ട്. ഇതിന് നോർമലി ഒരു ഡിസ്നി ഓഫ് പ്രഗ്നൻസി എന്ന് പറയും. സോ മലർന്ന് കിടക്കുമ്പോൾ അത് കൂടുതലായിട്ട് ചിലർക്ക് പറയാറുണ്ട്. അപ്പോൾ ഈ പൊസിഷൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നേരം മലർന്ന് കിടക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ബേബി, അതായത് യൂട്രസ് വലുതായി വന്ന് നമ്മുടെ ബോഡിയിൽ നിന്ന് ഹാർട്ടിലേക്ക് പമ്പ് ചെയ്യുന്ന 2 വലിയ വെസൽസ് ഉണ്ട് ബാക്കിൽ. അപ്പോൾ യൂട്രസിനകത്ത് കംപ്രസ് ചെയ്യുമ്പോൾ ഹാർട്ടിലേക്കുള്ള ബ്ലഡ് ഫ്ലോയിൽ ചിലപ്പോൾ വേരിയേഷൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഹാർട്ടിൽ നിന്ന് ബ്ലഡ് പമ്പ് ചെയ്യുന്ന കുറയും, അപ്പോൾ നമ്മുടെ BP കുറയും. അപ്പോൾ കുറേ നേരം മലർന്ന് കിടക്കുമ്പോൾ BP ഫോൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നും. സോ കണ്ടിന്യൂസ്ലി മലർന്ന് കിടക്കരുതെന്നേ ഉള്ളൂ. കുറച്ച് നേരം കിടക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. ഏത് സൈഡ്, റൈറ്റ് സൈഡോ ലെഫ്റ്റ് സൈഡോ തിരിഞ്ഞ് കിടക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. അല്ലാതെ ചിലർ പറയും ഇടതുവശം കിടക്കരുത് വലതുവശം കിടക്കണം, അങ്ങനെയൊന്നുമില്ല. ഏത് വശം വെച്ച് കിടന്നാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ ഒരു വശത്ത് നിന്ന് മറ്റേ വശത്തേക്ക് കിടക്കാനായിട്ട് എഴുന്നേറ്റിരുന്ന് കറങ്ങണം, അങ്ങനെയൊന്നുമില്ല. കുഞ്ഞിന് കഴുത്തിൽ പൊക്കിൾ കൊടി ചുറ്റുന്നു, അങ്ങനെയൊക്കെ കുറേ മിസ്കൺസെപ്റ്റ്സ് ഉണ്ട്. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏത് പൊസിഷനിലും വേണമെങ്കിലും കിടക്കാം. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് 3 months നിങ്ങൾ കമന്ന് കിടന്നാലും കുഴപ്പമില്ല. ഫസ്റ്റ് 3 months യൂട്രസ് പെൽവസിൻ്റെ ഉള്ളിലാണ്, ഈ അരക്കെട്ടിൻ്റെ എല്ലിൻ്റെ ഉള്ളിലാണ്, വയറിൽ എത്തിയിട്ടില്ല. ആ സമയത്ത് നിങ്ങൾ കമന്ന് കിടന്നാലും ഒരു കുഴപ്പമില്ല. 6 months വരെ ഈ പറഞ്ഞ പോലെ കുറേ നേരം മലർന്ന് കിടന്നാലും കുഴപ്പമില്ല. അത് കഴിയുമ്പോൾ ഈ കുറേ നേരം മലർന്ന് കിടക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ കിടക്കാൻ പറ്റാണ്ടാവും. ഈ പറഞ്ഞ പോലെ BP കുറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് കിടക്കേണ്ടി വരും. ഓക്കെ, റൈറ്റ് സൈഡ് ഈസ് ഓർ ലെഫ്റ്റ് സൈഡ് ഈസ് ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ. The over anxiety regarding sleep position is not required. അതിനെപ്പറ്റി ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യമില്ല. രാത്രിയിൽ അറിയാണ്ട് ഇപ്പുറത്തേക്ക് മറിഞ്ഞോ അപ്പുറത്തേക്ക് മറിഞ്ഞോ എന്നും പറഞ്ഞു രാവിലെ എഴുന്നേറ്റ് ടെൻഷൻ അടിക്കേണ്ട കാര്യമോ ഇല്ല. ഓക്കെ. ഇനി നമുക്ക് പ്രഗ്നൻസിയിൽ നിങ്ങൾ കാണുന്നൊരു കോമൺ കുറച്ച് പ്രോബ്ലംസ്, ഇതെല്ലാം പ്രഗ്നൻസിയിൽ
ശരീരത്തിലുണ്ടാക്കുന്ന നോർമൽ മാറ്റങ്ങളാണ്. ആ മാറ്റങ്ങളിൽ നമുക്കുണ്ടാകുന്ന അസ്വസ്ഥതകളാണ് ഈ പറഞ്ഞതെല്ലാം. ഓക്കെ, നോസിയ, വോമിറ്റിംഗ്, അതായത് ഭയങ്കരമായിട്ട് ഛർദ്ദിക്കാൻ വരുന്ന കാര്യം. പ്രഗ്നൻസി തുടങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഓർഗൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സിസ്റ്റമാണ്. അതായത് വാ തൊട്ട് താഴെ ഏനസ് വരെ പ്രശ്നങ്ങളുണ്ടാകും. അതായത് പ്രഗ്നൻസിയിൽ ഒരു 9 months ബേബിനെ നമ്മുടെ വൂമിൽ ക്യാരി ചെയ്യണം. സോ ആ 9 months യൂട്രസ് റിലാക്സ് ചെയ്തിരിക്കണം. അപ്പോൾ യൂട്രസ് റിലാക്സ് ചെയ്തിരിക്കാനായിട്ട് ബോഡിയിൽ ഒരുപാട് ഹോർമോൺസ് ഉണ്ടാകും. ആ ഹോർമോൺ യൂട്രസിൽ മാത്രമല്ല ആക്ട് ചെയ്യുക, ബാക്കിയുള്ള ഓർഗൻസിലും ചിലപ്പോൾ കുറച്ച് എഫക്റ്റ് ഉണ്ടാകും. സോ റിലാക്സേഷൻ ഉണ്ടാകും ബോഡിയിൽ. അപ്പോൾ ഈ നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സിസ്റ്റത്തിലും ആ ഹോർമോൺസ് ആക്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സിസ്റ്റവും പതുക്കെയാകും. അപ്പോൾ എന്താ സംഭവിക്കുക, നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ട്രൈമസ്റ്ററിലുള്ള ഹോർമോണിൻ്റെ എഫക്റ്റിൽ എമറ്റോജനിക് അഥവാ ഛർദി ഉണ്ടാക്കുന്ന ഹോർമോണിൻ്റെ എഫക്റ്റിൽ എപ്പോഴും ഒരു ഓക്കാനം വരിക, ഛർദി ഉണ്ടാകും. അതുപോലെ തന്നെ വായിൽ എപ്പോഴും വെള്ളം വരും, ഭയങ്കര സലൈവേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ ഫുഡ് പൈപ്പിൽ നിന്ന് വയറിലേക്ക് ഫുഡ് പോകുന്ന ആ ഒരു ഗ്യാപ്പിൻ്റെ അവിടെയും കുറച്ച് ഡിലേ ഉണ്ടാകും. അവിടെയത്തെ സ്ഫിങ്ചസ്, അവിടെ ഉണ്ടാകുന്ന ആ ഒരു കൺട്രോളൊക്കെ റിലാക്സ്ഡ് ആകും. അപ്പോൾ എന്താകും, വയറിലുള്ള ഗ്യാസ് ഫുൾ റിഗജിറ്റേറ്റ് ചെയ്ത് വരും. അപ്പോൾ ഒരുപാട് ഗ്യാസ് വരും. വയറ്റിൽ നിന്നുള്ള ഫുഡ് ട്രാൻസിറ്റ് ചെയ്യാനുള്ള സമയം കുറയും. ബവൽ മൂവ്മെൻറ്റ്സ് പതുക്കെയാകുമ്പോൾ ഇത് കോൺസ്റ്റിപ്പേഷൻ വരാൻ സാധ്യതയുണ്ട്. ബിക്കോസ് ഈ ഫുഡ് ഒരുപാട് സമയം നമ്മുടെ വയറ്റിൽ കുടലിൽ കിടക്കുമ്പോൾ കുടൽ വെള്ളം ഇങ്ങനെ അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ വരുന്ന മോഷൻ ഭയങ്കരമായിട്ട് ഹാർഡായിരിക്കും. ഇപ്പോൾ കോൺസ്റ്റിപ്പേഷനുള്ള റിസ്ക് ഉണ്ട്. അതുപോലെ തന്നെ ഈ യൂട്രസ് വലുതായി വരുമ്പോൾ ഈ കാലിൽ നീര് വരുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ വെരിക്കോസ് വെയിൻ വരുന്നത് പോലെ തന്നെ ഏനസിൻ്റെ അവിടെ ഏനൽ പൈൽസ് വരാനുള്ള റിസ്ക് ഉണ്ട്. പൈൽസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി കാലിൽ ഞരമ്പ് തടിച്ച്, വെരിക്കോസ് വെയിൻ തടിച്ച് കിടക്കുന്ന പോലെ ഏനൽ മാർജിനിലുള്ള വെയിൻസ് തടിച്ച് കിടക്കുന്നതാണ് ഈ പൈൽസ് എന്ന് പറയുന്നത്. സോ അതിനുള്ള റിസ്ക് കൂടുതലുണ്ടാകും. പിന്നെന്താ, വജൈനൽ ഡിസ്ചാർജ്, അതായത് ലൂബ്രിക്കേറ്റ് ചെയ്യുന്ന ഗ്ലാൻസിൻ്റെ സെക്രീഷൻസ് കൂടുതലായിരിക്കും. അപ്പോൾ വജൈനൽ ഡിസ്ചാർജ് കുറച്ച് കൂടുതലായിരിക്കും. അത് നോർമലും അബ്നോർമലും തമ്മിൽ തിരിച്ചറിയാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം, അത് പറഞ്ഞു തരാം. അതുപോലെ തന്നെ ഈ പ്രഗ്നൻസി അഡ്വാൻസ് ചെയ്യുമ്പോൾ യൂട്രസ് വലുതാകുമ്പോൾ യൂട്രസിൻ്റെ അറ്റാച്ച്മെൻറ്റ്സ് ഉണ്ട്. നമ്മൾ യൂട്രസ് ഒരു ഓർഗൻ ഇങ്ങനെ വെറുതെ ഇരിക്കില്ല, അതിന് അപ്പുറം ഇപ്പുറമൊക്കെ കണക്ഷൻസ് ഉണ്ട്. ബാക്കിൽ നമ്മുടെ സ്പൈനുമായിട്ട് അതിന് കണക്ഷൻ ഉണ്ട്. അപ്പോൾ യൂട്രസ് വലുതാകുമ്പോൾ ആ സ്പൈനായിട്ടുള്ള കണക്ഷൻ ലിഗമെൻസിൽ വലിച്ചിലുണ്ടാകുമ്പോൾ ബാക്ക് പെയിൻ ഉണ്ടാകും. നമ്മുടെ ഫ്രണ്ടിൽ 2 കാലിൻ്റെയും ഇടയിൽ തൊടയുടെ അവിടെയും ഒരു ലിഗമെൻ്റ് ഉണ്ട്. അവിടെ വലിയുമ്പോൾ ആ 2 സൈഡിലും ചെറിയ വലിച്ചിലുണ്ടാകും. പിന്നെ ഹോർമോണിൻ്റെ എഫക്റ്റിൽ ഒരുപാട് പിഗ്മെൻറ്റേഷൻസ് ഉണ്ടാകും. ചിലർക്ക് കഴുത്തിൽ കറുപ്പ് വരും, വയറിൽ സ്ക്രാച്ചസ് അല്ലെങ്കിൽ മാർക്സ് ഉണ്ടാകും. അതൊക്കെ ഈ പ്രഗ്നൻസിയായിട്ട് ബന്ധപ്പെട്ടിട്ട് നോർമൽ ഫിസിയോളജിക്കൽ ചേഞ്ചസ് ബോഡിയിൽ ഉണ്ടാകുമ്പോൾ നമുക്കുണ്ടാകുന്ന അസ്വസ്ഥതകളാണ് ഇതെല്ലാം. സോ ഇതൊക്കെ എങ്ങനെ ടാക്കിൾ ചെയ്യുന്നു നോക്കാം. കുറേയൊക്കെ നമുക്ക് മെഡിസിൻസ് ഉണ്ട്, പക്ഷെ എല്ലാം നമുക്ക് കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റില്ല. പ്രഗ്നൻസി ഇതെല്ലാം ഈ പ്രോബ്ലംസ് എല്ലാം ഇറ്റ്സ് എ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് പ്രഗ്നൻസി. അപ്പോൾ കുറേയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. പിന്നെ ഈ നോസിയ, വോമിറ്റിംഗ് ഒഴിവാക്കാനായിട്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് ഫുഡ് എന്തായാലും ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ലഘുഭക്ഷണങ്ങൾ ചെറിയ ഇടവേളകളിൽ അടുപ്പിച്ച് ഫ്രീക്വൻ്റ് ആയിട്ട് ലൈറ്റ് മീൽസ് കഴിക്കുക. നിങ്ങൾക്ക് എന്താണോ കഴിക്കാൻ തോന്നുന്നത് അത് കഴിക്കുക. ഇന്നത് കഴിക്കണമെന്ന് ആരെയും നിർബന്ധിക്കാൻ പാടില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൽ കഴിക്കാം. ഓയിൽ ആൻഡ് സ്പൈസി ഫുഡ്സ് അവോയ്ഡ് ചെയ്യുക. ഇനി ഇൻട്രാക്റ്റബിൾ വോമിറ്റിംഗ് ഉണ്ടാകും, പക്ഷേ നമുക്കൊരു വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത രീതിയിൽ വോമിറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീഹൈഡ്രേഷൻ വരാൻ സാധ്യതയുണ്ട്. ഡീഹൈഡ്രേഷൻ വന്നാൽ ചിലപ്പോൾ അത് കോംപ്ലിക്കേഷൻസിലേക്ക് പോകാം. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വരണം. വായിലൂടെ വെള്ളം കുടിക്കാൻ പറ്റാത്തത് നമുക്ക് ഡ്രിപ്പായിട്ട് ഫ്ലൂയിഡ്സ് തരാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ലേബർ റൂമിൽ ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ലേബർ റൂമിൽ വരാം. ലേബർ റൂമിൽ വരുമ്പോൾ നമുക്ക് യൂറിൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ ഡീഹൈഡ്രേഷൻ ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയാൻ പറ്റും. സോ മെഡിസിൻസ് തന്ന് ഫ്ലൂയിഡ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഹാർട്ട് ബേൺ, ഈ ഗ്യാസ്ട്രൈറ്റിസ്, അതായത് ആ സ്ഫിങ്ചർ ആക്ടിവിറ്റി കുറച്ച് സ്ലോ ആകുമ്പോൾ ഗ്യാസ്ട്രിക് സ്റ്റൊമക്കിൻ്റെ ഉള്ളിലുള്ള ആസിഡ് റിഫ്ലക്സ് കൂടുന്നതുകൊണ്ടാണ് ഈ ഹാർട്ട് ബേൺസ് വരുന്നത്. അതിന് ഈ പറഞ്ഞ പോലെ സ്മോൾ മീൽസ് എടുക്കുക. രാത്രി കിടക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുമ്പോൾ ഈ ബുദ്ധിമുട്ട് കൂടുതലായിരിക്കും. റിഫ്ലക്സ് ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് കിടക്കുമ്പോൾ പെട്ടെന്ന് റിഫ്ലക്സ് കൂടും. സോ നിങ്ങൾ രാത്രി കിടക്കുമ്പോൾ തലയുടെ ഭാഗം കുറച്ച് പൊക്കി വെച്ച് കിടക്കുക.
രാത്രി കിടക്കുന്നതിന് ഒരു 2 മണിക്കൂർ മുമ്പ് ഭക്ഷണം കഴിക്കുക. ഈ പറഞ്ഞ പോലെ ട്രാൻസിറ്റ് സമയം കുറവായത് ഭക്ഷണം വയറിൽ നിൽക്കുന്ന സമയം കൂടുതലായിരിക്കും. പതുക്കെ ആയിരിക്കും വയറ്റിൽ നിന്ന് അത് എംപ്റ്റി ചെയ്ത് കുടലിലേക്ക് പോകുന്നത്. അപ്പോൾ യൂഷ്വലി ഒരു 6 മണിക്കൂർ നോർമൽ ആൾക്ക് 6 hours കൊണ്ട് നമ്മൾ കഴിച്ച ഭക്ഷണം വയറിലെത്തി വയറിലെ മെക്കാനിസം ഒക്കെ കഴിഞ്ഞ് കുടലിലേക്ക് പോകും. ഈ പ്രക്രിയ പ്രഗ്നൻസിയിൽ കുറച്ച് കൂടുതൽ നേരം നിൽക്കും. അപ്പോൾ ഈ കിടക്കുന്നതിന് തൊട്ട് മുമ്പ് ഭക്ഷണം കഴിച്ചാൽ ഈ ഭക്ഷണം ഫുൾ വയറിലാകുമ്പോൾ നമുക്ക് ഓക്കാനിക്കാനുള്ള ടെൻഡൻസി അല്ലെങ്കിൽ വോമിറ്റിംഗ് ആനുള്ള ടെൻഡൻസി ഒക്കെ കൂടുതലായിരിക്കും. സോ നിങ്ങൾ കിടക്കുന്നതിന് 2 hours മുമ്പെങ്കിലും ഫുഡ് കഴിക്കാൻ നോക്കുക. പിന്നെ നമ്മൾ OPയിൽ ഗ്യാസിൻ്റെ മെഡിസിൻസ് തരും, ആൻറ്റാസിഡ്സ്, സിറപ്പൊക്കെ പ്രൊവൈഡ് ചെയ്യും. ദെൻ കോൺസ്റ്റിപ്പേഷൻ കോമൺ ആയിട്ട് വരുന്നതാണ്. അയൺ കഴിക്കുമ്പോൾ അത് കൂടുതലാകും. അപ്പോൾ ധാരാളം വെള്ളം കുടിക്കുക. ഒരു 10-12 ഗ്ലാസ്സെങ്കിലും അത് കൂടുതൽ കുടിക്കാൻ പറ്റുക അത്രയും നല്ലത്. പിന്നെ ലാക്സേറ്റീവ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ധാരാളം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. പൈൽസ് അല്ലെങ്കിൽ ഹെമറോയിഡ്സ് ഒരു കോമൺ പ്രശ്നമാണ്. അതിനും യൂഷ്വലി ഇത് പ്രഗ്നൻസി കഴിഞ്ഞൊരു 3-6 months അത് റിസോൾവ് ചെയ്യുന്നതാണ്. ഈ പ്രഷർ എഫക്റ്റ്, യൂട്രസിൻ്റെ പ്രഷർ എഫക്റ്റ് പോയി കഴിയുമ്പോൾ അത് തന്നെ മാറേണ്ടതാണ്. അതല്ല നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ ലോക്കൽ ക്രീംസ് അപ്ലൈ ചെയ്യാം. വെള്ളം നന്നായിട്ട് കുടിക്കുന്നത്, അതായത് ഈ പൈൽസ് വേഴ്സൺ ആവാനുള്ളൊരു കാരണം ഈ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ കൂടുതൽ സ്ട്രെയിൻ ചെയ്യും. കൂടുതൽ സ്ട്രെയിൻ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ പ്രശ്നങ്ങൾ വരുന്നത്, ബ്ലീഡിങ് വരുന്നത് അല്ലെങ്കിൽ പെയിൻ വരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അതും അവോയ്ഡ് ചെയ്യാനായിട്ട് വെള്ളം കൂടി തന്നെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ഓക്കെ. ദെൻ വെരിക്കോസ് വെയിൻ, അത് ഞരമ്പ് തടിച്ച് കിടക്കുന്നതാണ്. ബ്ലഡ് ഫ്ലോ കൂട്ടുക എന്നുള്ളതാണ്. അതൊരു പരിധി വരെ കൺട്രോൾ ചെയ്ത് നിർത്താനുള്ളൊരു മാർഗം. കാല് പൊക്കി വയ്ക്കുമ്പോൾ ആ ബ്ലഡ് ഫ്ലോ കുറച്ചും കൂടി കൂടുതൽ സുഗമമായിട്ട് നടക്കും. അതുപോലെ തന്നെ സ്റ്റോക്കിങ്സ് യൂസ് ചെയ്യാം. ഒരുപാട് നേരം നിൽക്കുന്നത്, അതായത് ഈ നിന്നുകൊണ്ടുള്ള ജോലി ചെയ്യുന്നവർക്കാണ് ആക്ച്വലി ഈ വെരിക്കോസ് വെയിൻ കൂടുതൽ വരുന്നത്. അപ്പോൾ ലോങ് അവേഴ്സ് ഓഫ് സ്റ്റാൻഡിങ് അവോയ്ഡ് ചെയ്യണം. ഓക്കെ. ദെൻ വജൈനൽ ഡിസ്ചാർജസ് നോർമലാണ്, പക്ഷേ അതിൻ്റെ കൂടെ ഇച്ചിങ് ഉണ്ട്. അല്ലെങ്കിൽ ഈ യൂഷ്വലി വരുന്ന ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു പെയിൽ കളർലെസ് ഡിസ്ചാർജ് ആയിരിക്കും. പക്ഷേ അതിനെന്തെങ്കിലും ഒരു യെല്ലോ കളർ അല്ലെങ്കിൽ ഒരു തൈര് പോലെ കേർഡി വൈറ്റ് ഡിസ്ചാർജ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു ഇൻഫെക്ഷൻ്റെ ലക്ഷണമാകാം. ഇച്ചിങ് പെരിനിയൽ ഏരിയയിലും വജൈനയിലൊക്കെ ഇച്ചിങ് വരുന്നതും ഇൻഫെക്ഷൻ്റെ ലക്ഷണമാകാം. നിങ്ങൾ എന്തായാലും പറയണം. ബിക്കോസ് നമ്മൾ ആ ഒരു ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഇൻഫെക്ഷൻ യൂട്രസിനുള്ളിലേക്ക് അസെൻഡ് ചെയ്യാൻ ഒരു ചെറിയൊരു റിസ്ക് ഉണ്ട്. സോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ OPയിൽ വരുമ്പോൾ പറയണം. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. ഉള്ളിൽ ക്ലീൻ ചെയ്യാനുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യണം. മെഡിസിൻസ് കഴിക്കാവുന്നതുണ്ട്, വജൈനയിൽ വെക്കുന്ന മെഡിസിൻസ് ഉണ്ട്. അപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റ് ഉള്ളതാണ്. അതല്ലാത്ത ഡിസ്ചാർജസ് ഒക്കെ നോർമലാണ്. ഇനി ബാക്ക് ഏക്ക് ഈ ഒരുപാട് ഇരുന്ന് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ കൂടുതലായിരിക്കും. സോ അങ്ങനെ വർക്ക് ചെയ്യുന്നവർ എന്തെങ്കിലും ഒരു ബാക്ക് സപ്പോർട്ട് പില്ലോയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് കിടക്കാം. അതുപോലെ തന്നെ ഒരു ഫേം മാട്രസിൽ കിടക്കാം, ബാക്ക് സപ്പോർട്ടിൽ. അതുപോലെ പില്ലോ ഒക്കെ, അതായത് റൈറ്റ് ഓർ ലെഫ്റ്റ് സൈഡിൽ ചെരിഞ്ഞ് കിടക്കുമ്പോൾ പില്ലോ ഒരു സൈഡിൽ വെച്ചിട്ട് കിടക്കാം. സോ ഇതിന് ഈ നടുവേദനയ്ക്ക് ആക്ച്വലി ചെറിയ രീതിയിൽ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ പാരസെറ്റമോൾ, പെയിൻ കില്ലേഴ്സ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ അവിടെ പുറമെ പുരട്ടാനുള്ള ഓയിൻമെൻറ്റ്സ് യൂസ് ചെയ്യാം, ചൂട് പിടിക്കാം. പിന്നെ പ്രഗ്നൻസിയിൽ ബ്ലഡിലെ കുറേ ചേഞ്ചസ് വരുമ്പോൾ നമ്മുടെ കുറേയൊക്കെ മിനറൽസ് ആൻഡ് വൈറ്റമിൻസിൽ വേരിയേഷൻസ് ഉണ്ടാകും. ചിലർക്ക് മഗ്നീഷ്യം ഡെഫിഷ്യൻസിക്ക് ഉള്ളവർക്കൊക്കെ ഇതുപോലെ പെയിൻ വരാറുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചൊരു മഗ്നീഷ്യം സപ്ലിമെൻറ്റ്സ് അല്ലെങ്കിൽ മൾട്ടി വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് ഒക്കെ കഴിച്ചാൽ ചിലവർക്കൊരു വ്യത്യാസം കാണാറുണ്ട്. സോ അങ്ങനെ പറഞ്ഞാൽ നമ്മൾ സപ്ലിമെൻറ്റ്സ് തരുന്നതാണ്, അങ്ങനെ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. ഓക്കെ. ദെൻ സ്ട്രെച്ച് മാർക്സ് നമ്മൾ ഡെലിവറി കഴിഞ്ഞാൽ അത് യൂഷ്വലി അങ്ങനെ കംപ്ലീറ്റ്ലി റിസോൾവ് ചെയ്യാറില്ല. പതുക്കെ അത് ചിലർക്ക് ബ്ലാക്ക് കളറിൽ വരും. ആ കളർ പതുക്കെ ഷെയ്ഡ് ചെയ്തിട്ട് അത് വൈറ്റ് കളറിൽ എന്തായാലും ചിലപ്പോൾ അതങ്ങ് മാറ്റാം. നമുക്ക് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനുള്ള മെഡിസിൻസ് അല്ലെങ്കിൽ ഓയിൻമെൻറ്റ്സ് ഒരു 100% സക്സസ് ഉള്ള മെഡിസിൻസ് ഒന്നുമില്ല. ഒരു പരിധി വരെ കുറയ്ക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ അമ്മമാരുടെയൊക്കെ വയറ്റിൽ ഇപ്പോഴും ഉണ്ടാകും. നമ്മൾ കുട്ടികളായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന പാടുകൾ ഇപ്പോഴും ഉണ്ട്. അത് കംപ്ലീറ്റ്ലി എന്തായാലും മാറില്ല. ഓക്കെ. ദെൻ സ്ട്രെച്ച് മാർക്സ് ആൻഡ് പിഗ്മെൻറ്റേഷൻ. ഓക്കെ. പിഗ്മെൻറ്റേഷൻ ബ്ലാക്ക് കളർ യൂഷ്വലി ഡെലിവറി കഴിയുമ്പോൾ അത് മാറുന്നതാണ്. ഓക്കെ. സോ നമ്മൾ ഡ്യൂ ഡേറ്റിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്തിരുന്നു തുടക്കത്തിൽ. എല്ലാവർക്കുള്ള സംശയമാണ് ഞാൻ ആ ഡേറ്റിൽ തന്നെ ഡെലിവറി മീൻസ് എല്ലാവർക്കും ഇപ്പോൾ ഡെലിവറി ഒരു ലൈക്ക് എന്താ ഒരു പ്ലാൻഡ് പ്രോഗ്രാം പോലെയാണ്. അപ്പോൾ ആ ഡേറ്റിൽ തന്നെ ആരെങ്കിലും ഡെലിവറി ചെയ്യുമോ എന്നുള്ളത് നമുക്കത് പറയാൻ പറ്റില്ല. ഒരു 5% ആൾക്കാർ മാത്രമാണ് ഡ്യൂ ഡേറ്റിൽ ഡെലിവറി ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ഡ്യൂ ഡേറ്റ്, അതായത് ഒരു അൺകോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസി നാച്ചുറലി പെയിൻ വന്ന് ഡെലിവറി ചെയ്യുന്നത് 5% വരെ ഉള്ളൂ. സോ എല്ലാ പ്രഗ്നൻസിയും നമ്മൾ അങ്ങനെ അല്ലല്ലോ ഡീൽ ചെയ്യുന്നത്. ബിക്കോസ് പലർക്കും
പലർക്കും പല പ്രശ്നങ്ങളുണ്ടാകാം. നമ്മൾ ഈ ഡ്യൂ ഡേറ്റ് സെറ്റ് ചെയ്യുന്നതിൻ്റെ കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു, ഓരോ ഘട്ടത്തിലും ബേബിയുടെ വളർച്ച അല്ലെങ്കിൽ അമ്മയ്ക്ക് ആ ഓരോ സമയത്തും ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡ്യൂ ഡേറ്റ് അല്ലെങ്കിൽ ആ സമയങ്ങളിൽ നിങ്ങളെ വിളിച്ച് ചെക്ക് ചെയ്യുന്നത്, ഓരോ ടെസ്റ്റ് ചെയ്യുന്നത്, സ്കാൻ ചെയ്ത് നോക്കുന്നത്. സോ അതിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഡെലിവറി ചിലപ്പോൾ സെറ്റ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ നേരത്തെ ഡെലിവറി ആക്കേണ്ടി വരും. അപ്പോൾ അത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു പ്രശ്നങ്ങളും ഇല്ല, നാച്ചുറലി പെയിൻ വന്ന് ഡെലിവറി ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു മെഡിക്കൽ സൂപ്പർവിഷനും ഇല്ലാണ്ട് ഒരു പ്രഗ്നൻസി അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ആകെ 5% പേരാണ് ആ ഡ്യൂ ഡേറ്റിൽ ഡെലിവറി ആവുന്നുള്ളൂ. ചിലപ്പോൾ അതിന് മുമ്പ് ഡെലിവറി ആകാം, ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും ഡെലിവറി ചെയ്യുന്നത്, നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഇനി ഡെലിവറി സമയത്ത് പെയിൻ കുറയ്ക്കാൻ എന്തെങ്കിലും മാർഗ്ഗങ്ങളുണ്ടോ? ഇത് ആക്ച്വലി ലേബർ സെക്കൻഡ് ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. എന്തൊക്കെയാണ് പെയിൻ കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞാൽ, ബ്രീത്തിങ് എക്സസൈസസ് ഉണ്ട്, നമ്മൾ പെയിൻ കുറയ്ക്കാനുള്ള മെഡിസിൻസ് ഇഞ്ചെക്ഷനായിട്ട് തരും, അതുപോലെ തന്നെ ഒരു ഗ്യാസ് മിക്സ്ഡ് ഉണ്ട്. ഇതൊക്കെ ഒരു പരിധി വരെ പെയിൻ കുറയ്ക്കാൻ സഹായിക്കും. കംപ്ലീറ്റ്ലി പെയിൻ റിലീഫ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ ഉള്ളത് എപ്പിഡ്യൂറലാണ്. അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ദെൻ is it possible to say prior whether I will have a normal delivery or cesarean? ഒരിക്കലും നിങ്ങൾക്ക് നോർമൽ ആകുമെന്ന് നമുക്ക് ഉറപ്പ് തരാൻ പറ്റില്ല. ഓക്കെ, ഒരുപാട് കാരണങ്ങൾ അതിനകത്തുണ്ടാകും. ബിക്കോസ് എന്താ പറയുക, നമുക്കിപ്പോൾ ഒരു നോർമൽ ഡെലിവറി എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് അമ്മയുടെ പെൽവിസ് വഴി വെളിയിലേക്ക് വരികയാണ്. സോ ആ ബേബി ആ പാസേജ് വഴി വരുമോ എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ഡെലിവറിയുടെ സമയത്ത് നമുക്ക് ഫൈൻഡിങ്സ് അനുസരിച്ചേ പറയാൻ പറ്റും. ബിക്കോസ് അതായത് ആ കുഞ്ഞിൻ്റെ തലയ്ക്ക് അല്ലെങ്കിൽ ആ ബേബിയുടെ വെയിറ്റിനനുസരിച്ചുള്ള സ്പേസ് അവിടെ ഉണ്ടായി വരണം. സോ ലേബറിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ലേബർ പെയിൻ വരുന്ന സമയത്ത് ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകും, കുറേ ഹോർമോൺസിൽ വേരിയേഷൻ ഉണ്ടാകും. ആ സമയത്ത് പെൽവിസിലെ ബോൺ ചെറിയൊരു പെർസെൻറ്റേജ് വികസിക്കും. അതിൽ തന്നെ ബേബിയുടെ ഹെഡിൻ്റെ ഡയമെൻഷൻസ് ചെറിയ രീതിയിലൊന്ന് കുറയും. അതായത് ബേബി ആ മദറിൻ്റെ പെൽവിസിലോട്ട് വരാനായിട്ട് കുറച്ചൊരു സ്വന്തമായിട്ടൊന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് ആ ഡയമെൻഷൻസ് ഒക്കെ കുറയും. അപ്പോൾ അത് നമുക്ക് നേരത്തെ നോക്കിയാൽ അറിയാൻ പറ്റില്ല അങ്ങനെ നടക്കുമോ ഇല്ലയോ എന്നുള്ളത്. ആ സമയത്ത് പെയിൻ വന്ന് ഹെഡൊക്കെ ഇറങ്ങിയോ വരുമോ ഇല്ലയോ എന്നുള്ളെങ്കിലാണ് നമുക്കത് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇനി എന്തെങ്കിലും ഒരു ഇൻഡിക്കേറ്റഡ് റീസൺസ് കൊണ്ട് നമുക്ക് നേരത്തെ ഡെലിവറി ആകാൻ സാധ്യതയുള്ള കേസസ് ആണ്. യൂഷ്വലി ഒരു പ്രീവിയസ് സിസേറിയൻ ആണെന്നുണ്ടെങ്കിൽ, ആദ്യത്തെ പ്രഗ്നൻസി സിസേറിയൻ ആണെന്നുണ്ടെങ്കിൽ യൂഷ്വലി നമ്മൾ രണ്ടാമത്തേത് സിസേറിയൻ ആയിരിക്കും. ഇനി രണ്ടാമത്തെ കേസ് പ്ലാസെൻ്റ പ്രീവിയ അഥവാ പ്ലാസെൻ്റ അല്ലെങ്കിൽ മറുപിള്ള താഴെയുള്ള കേസസ്, അതായത് കുട്ടി വരുന്ന വഴിയിലാണ് ഈ പ്ലാസെൻ്റ ഇരിക്കുന്നതെങ്കിൽ കുഞ്ഞിന് വരാൻ സ്ഥലം ഉണ്ടാവില്ല, ആ സമയത്ത് ബ്ലീഡിങ്ങിലുള്ള റിസ്ക് കൂടുതലായത് കാരണം പ്ലാസെൻ്റ പ്രീവിയ കേസസ് നമ്മൾ ഇലക്റ്റീവായിട്ട് സിസേറിയൻ ചെയ്യും. മൂന്നാമത്തെ ബ്രീച്ച് പൊസിഷൻ, അതായത് കുട്ടിയുടെ തലഭാഗമല്ല കുട്ടിയുടെ ബ്രീച്ച് അല്ലെങ്കിൽ ഊരഭാഗമാണ് താഴെയെങ്കിൽ നോർമലി ഡെലിവറി ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ബിക്കോസ് നമ്മൾ ഹെഡ് വരുന്ന പോലെ ചിലപ്പോൾ ആ ബട്ടക്സ് ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് വന്നാലും ആ സമയത്ത് ഹെഡ് സ്റ്റക്ക് ആവാനുള്ളൊരു ചെറിയ റിസ്ക് ഉണ്ട്. സോ ബ്രീച്ച് നമ്മൾ നോർമലി വജൈനൽ ഡെലിവറിക്ക് വെക്കാറില്ല. പക്ഷേ ബ്രീച്ച് കേസസിന് വി യൂഷ്വലി നമുക്ക് ആ ബ്രീച്ചിനെ മാറ്റി നമുക്കതിനെ ഹെഡ് ആക്കാൻ പറ്റും. അതായത് നമ്മളൊരു 32 ആഴ്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷം ബേബിയുടെ ഹെഡല്ല താഴെയെങ്കിൽ വി ക്യാൻ എന്താ പറയുക റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും ബേബീനെ. എക്സ്റ്റേണൽ കെഫാലിക് വേർഷൻ എന്ന് പറയും. അതായത് നമ്മൾ ഒ പിയിൽ നിങ്ങൾ എക്സാമിൻ ചെയ്തിട്ട് അങ്ങനെയാണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ദിവസം ലേബർ റൂമിലേക്ക് വിളിപ്പിക്കും, യൂട്രസ് റിലാക്സ് ചെയ്യാനുള്ള മരുന്നുകൾ തന്ന് ബേബീനെ തിരിക്കാൻ നോക്കും. ഒരു 80% കേസസിലും സക്സസ്ഫുൾ ആയിട്ട് തിരിയാറുണ്ട്. ചില ബേബീസ് ഭയങ്കര വാശിയുള്ളവർ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ പെർട്ടിക്കുലർ കേസസ് ബുദ്ധിമുട്ടുള്ള കേസ് ചിലപ്പോൾ തിരിക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ സിസേറിയൻ വേണ്ടി വരും. അതല്ല തിരിയുവാണെന്നുണ്ടെങ്കിൽ വജൈനൽ ഡെലിവറി പോസിബിൾ ആണ്. ഇനി അവർ തിരിഞ്ഞ് വജൈനൽ ഡെലിവറിക്ക് വേണ്ടി വരുമ്പോൾ വേറെ കാരണം കൊണ്ടും സിസേറിയൻ ആവും. അത് നമുക്കിപ്പോഴേ നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ തിരിക്കുമെന്ന് പറയുന്ന കാര്യം അത് ആക്ച്വലി ഒരു 1 day പ്രൊസീജിയറാണ്. നിങ്ങൾ അഡ്മിഷൻ ആവേണ്ട ആവശ്യമില്ല. രാവിലെ വന്ന് ലേബർ റൂമിൽ വന്ന് ബേബിനെ നമ്മൾ എക്സാമിൻ ചെയ്ത് തിരിച്ച് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വീട്ടിൽ പോകുന്ന കേസസാണിത്. ഓക്കെ, ദെൻ പിന്നെ സിസേറിയൻ ആവാനുള്ള കാരണങ്ങൾ എസ്സച്ച് ആയിട്ട് നമുക്ക് വേറെ ഒന്നുമില്ല. പിന്നെ ഈ അറ്റ് ദ ടൈം ഓഫ് ലേബർ അല്ലെങ്കിൽ ഡെലിവറിയുടെ സമയത്ത് വരുന്ന എന്തെങ്കിലും എമർജൻസീസ്, കുട്ടിയുടെ ഹാർട്ട് ബീറ്റിൽ എന്തെങ്കിലും വേരിയേഷൻസ്, അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലാണ് യൂഷ്വലി നമ്മൾ പിന്നെ സിസേറിയൻ വരുന്നത്. ഓക്കെ, അപ്പോൾ നോർമൽ ആവുമോ ഇല്ലയോ എന്നുള്ളത് ആർക്കും നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ദെൻ പറഞ്ഞു ആദ്യത്തെ സിസേറിയൻ ആയ യൂഷ്വലി നമ്മൾ രണ്ടാമത്തെ സിസേറിയൻ ആണ്. പക്ഷേ നമുക്കൊരു ചോയ്സ് ഉണ്ട്. ആദ്യത്തെ സിസേറിയൻ ആയവർക്ക് രണ്ടാമത് വജൈനൽ ഡെലിവറിക്ക് ഒരു ചെറിയൊരു സാധ്യതയുണ്ട്. ഇറ്റ് ഡിപ്പെൻസ് നിങ്ങളുടെ ആദ്യത്തെ സിസേറിയൻ എന്തുകൊണ്ടാണ് ചെയ്തതെന്ന് അനുസരിച്ചിരിക്കും. ഈ പറഞ്ഞ പോലെ ബ്രീച്ചിനാണ് അല്ലെങ്കിൽ പ്ലസൻ്റ പ്രീവിയക്കൊക്കെയാണ് ആദ്യം ചെയ്തത്. പക്ഷേ ഈ പ്രാവശ്യത്തെ പ്രഗ്നൻസിയിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ
നമുക്ക് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ ആദ്യം ഹെഡ് കുറേ നേരം ഡയലേറ്റ് ചെയ്ത് ഹെഡ് ഇറങ്ങിയില്ല, അങ്ങനത്തെ കേസസ് ഒക്കെ ആണെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. ബിക്കോസ് അമ്മയുടെ പെൽവിസ് അത്ര ആഡിക്വേറ്റ് ഇല്ലെന്നായിരിക്കും അതിൻ്റെ അർത്ഥം. സോ അങ്ങനെയുള്ള കേസ് ചിലപ്പോൾ രണ്ടാമത് വജൈനൽ ഡെലിവറിക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇനി അത് വേറെ പല ഫാക്ടേഴ്സും ഉണ്ട്. എത്ര സിസേറിയൻ പ്രീവിയസ് ഉണ്ടായിരുന്നു, ആദ്യത്തെ ബേബിയുടെ വെയിറ്റ് എത്രയായിരുന്നു, അതുപോലെ തന്നെ ആദ്യത്തെ സിസേറിയൻ ഈ ഡെലിവറിയും തമ്മിലുള്ള ടൈം ഗ്യാപ്പൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നമുക്ക് സിസേറിയൻ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, വയറ് കീറി യൂട്രസിലുള്ളൊരു മുറിവ് ഇട്ടിട്ടാണ് ബേബി പുറത്തെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ യൂട്രസിലുള്ള മുറിവ് തുന്നി വെക്കും. സോ അവിടെ ഓൾറെഡി ഒരു ഡിഫക്റ്റ് വന്ന് നമ്മൾ ഒരു ആർട്ടിഫിഷ്യലി അത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ ഒരു നാച്ചുറലി ഉള്ള അത്രയും ഒരു സ്ട്രെങ്ത് അവിടെ ഉണ്ടാവില്ല. സോ യൂട്രസിൽ കൺട്രാക്ഷൻസ് വരുമ്പോൾ ആ ഒരു ഏരിയ വീക്ക് ആവാനും അവിടെ ചിലപ്പോൾ അത് വിട്ടുപോകാൻ അല്ലെങ്കിൽ റപ്ചർ ചെയ്യാനുള്ളൊരു റിസ്ക് ഉണ്ട്. സോ അതുകൊണ്ടാണ് പ്രീവിയസ് സിസേറിയൻ യൂഷ്വലി നമ്മൾ സിസേറിയൻ എടുക്കാനുള്ള കാരണം. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് രണ്ടാമത്തെ പ്രാവശ്യം ഡെലിവറിക്ക് വേണ്ടിയിട്ട് തന്നെ വേദന വരാനായിട്ട് വെയിറ്റ് ചെയ്യണം. നമുക്കായിട്ട് നാച്ചുറലി പെയിൻ ഇൻഡ്യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ ആർട്ടിഫിഷ്യലി പെയിൻ ഇൻഡ്യൂസ് ചെയ്യാനുള്ള മരുന്നുകൾ തന്നാൽ ഹൈപ്പർ സ്റ്റിമുലേഷൻ അഥവാ കൺട്രാക്ഷൻസ് കൂടിപ്പോകാനുള്ള റിസ്ക് എന്തായാലും ഉണ്ട്. സോ നാച്ചുറലി പെയിൻ വരാനായിട്ട് ഡേറ്റ് വരെ വെയിറ്റ് ചെയ്ത് ഫേവറബിൾ ആണെങ്കിൽ മാത്രമാണ് പ്രീവിയസ് സിസേറിയൻ രണ്ടാമത് നമ്മൾ വജൈനൽ ഡെലിവറിക്ക് വെക്കാറുള്ളൂ. ഓക്കെ, അത് നിങ്ങളുടെ കൺസൾട്ടൻറ്റുമായിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി വേറൊരു ക്വസ്റ്റ്യൻ ആണ്, ക്യാൻ ഐ ഓപ്റ്റ് ഫോർ എ സിസേറിയൻ സെക്ഷൻ? സോ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് കോമൺലി ഇങ്ങനെ കിട്ടുന്ന ഒരു കാര്യമാണ് ഈ ഫിയർ ഓഫ് ലേബർ ആൻഡ് ഡെലിവറി. ഇത് ലേബർ അല്ലെങ്കിൽ ഡെലിവറി പെയിൻ പേടിയുള്ള ഒരുപാട് പേര് വന്ന് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഏതൊരു സർജറി പോലെ തന്നെയും സിസേറിയന് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. ആസ് യു ക്യാൻ സി, സിസേറിയൻ്റെ സമയത്ത് നമ്മളൊരു ഓപ്പറേഷനാണ് ചെയ്യുന്നത്, ആ സമയത്ത് യൂട്രസ് അല്ലെങ്കിൽ അടുത്തുള്ള ഓർഗൻസിന് അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മുറിവിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. സിസേറിയൻ കഴിഞ്ഞിട്ടുള്ള വേദന ആക്ച്വലി നോർമൽ ഡെലിവറിനേക്കാൾ ഒരുപാട് കൂടുതലാണ്. അതുപോലെ തന്നെ സിസേറിയൻ കഴിഞ്ഞ് ലോങ് ടേം ഉണ്ടാകുന്ന കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ആ ഭാഗത്ത് ഹെർണിയ വരാൻ സാധ്യതയുണ്ട്, അവിടെ എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ ഒരു അസുഖം വരാൻ സാധ്യതയുണ്ട്. ബ്ലാഡർ, മൂത്രസഞ്ചിയാണ് ഈ യൂട്രസിൻ്റെ ഫ്രണ്ടിൽ, അതൊക്കെ ഒട്ടിപ്പിടിക്കാനുള്ള ഒരുപാട് റിസ്ക്കുകളുണ്ട്. പക്ഷെ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള റിസ്ക് ഉള്ളപ്പോൾ നമ്മൾ അൺനെസസറി ആയിട്ടൊരു സിസേറിയൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ നിങ്ങൾ സിസേറിയൻ വേണം അല്ലെങ്കിൽ വജൈനൽ ഡെലിവറി ചെയ്യാൻ പേടിയാണെന്ന് വിചാരിക്കുന്നവർ ഈ കാര്യങ്ങളൊക്കെ കൂടി ഒന്ന് ആലോചിച്ചിട്ട് വേണം ഡിസിഷൻ എടുക്കാനായിട്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമുക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ, നമുക്ക് റിസ്ക് എടുത്ത് അല്ലെങ്കിൽ വജൈനലി ഡെലിവറി ചെയ്യുന്നത് എന്തെങ്കിലും റിസ്ക് ഉണ്ടെങ്കിൽ ഈ സിസേറിൻ്റെ റിസ്ക് എല്ലാം അവിടെ താഴ്ന്നു പോവുകയാണ്. സോ നമ്മൾ ആ റിസ്ക് ബെനിഫിറ്റ് നോക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു ഇൻഡിക്കേഷൻ ഉണ്ടെങ്കിൽ ചെയ്യാതിരിക്കാൻ നിവർത്തിയില്ല. ഓക്കെ, ഇനി വേറൊരു നമ്മൾ കുറേ കോമൺലി പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇതല്ലാതെ നിങ്ങൾക്ക് എപ്പോഴാണ് എന്തെങ്കിലും നോർമലി എന്തെങ്കിലും സിംറ്റംസ് വരുമ്പോൾ ഞങ്ങളെ എപ്പോഴാണ് കൺസൾട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ വയറിന് വേദന വരുന്നു, അപ്പർ ആൻഡ് ലോവർ അബ്ഡോമിനൽ പെയിൻ, ഈ പറഞ്ഞ പോലെ ബാക്ക് പെയിൻ അല്ലെങ്കിൽ കാലിൻ്റെ ഇടയിലുള്ള ഒടിവിൻ്റെ അവിടെ പെയിൻ വരുന്നതൊക്കെ ലിഗമെൻറ്റിൻ്റെ സ്ട്രെച്ചിനുള്ള പെയിനാണ്. അങ്ങനെ വരുമ്പോൾ അത് ആക്ച്വലി മൂവ്മെൻറ്റിലുള്ള പെയിനാണ്, മസ്കുലോസ്കെലറ്റൽ പെയിനാണ്. അത് നമ്മൾ റെസ്റ്റ് എടുത്താലോ അല്ലെങ്കിൽ എന്തെങ്കിലും പെയിൻ കില്ലേഴ്സ് കഴിച്ചാലോ, പാരസിറ്റമോൾ ഇസ് എ സേഫ് ഇൻ പ്രഗ്നൻസി, അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ അത് കുറയുവാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോർമൽ. പക്ഷേ അങ്ങനെ ഒരു നമ്മളെന്തെങ്കിലും റെസ്റ്റ് എടുത്താൽ അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കേഷൻസ് എടുത്തിട്ട് അത് കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വാറന്റഡ് അറ്റൻഷൻ. സോ അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ എന്തായാലും ലേബർ റൂമിൽ വരണം, ചെക്ക് ചെയ്യണം. പല കാരണം കൊണ്ട് വേദന വരാം, അതായത് ലേബർ പെയിൻ കൊണ്ട് തന്നെ വരാം, അതായത് ഡേറ്റ് എടുക്കുന്നതിന് മുമ്പ് പ്രീടം ലേബർ വന്നുകൊണ്ട് വേദന വരാം. അതല്ലെങ്കിൽ മൂത്രത്തിൽ പഴുപ്പാണ് വേറൊരു കോമൺ കോസ്, മൂത്രത്തിൽ പഴുപ്പുണ്ടെങ്കിൽ വേദന വരാം. ഗ്യാസ്ട്രൈറ്റിസ്, ഫുഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, അതല്ലെങ്കിൽ പ്രഗ്നൻസി അല്ലാത്ത ഏതൊരാൾക്ക് വയറിൽ വേദന വരാവുന്ന പല കാരണങ്ങൾ. നമുക്ക് വയറിനുള്ളിൽ വേറെയും ഓർഗൻസ് ഉണ്ട്, ഗോൾ ബ്ലാഡർ ഉണ്ട്, ലിവർ ഉണ്ട്, കിഡ്നി ഉണ്ട്, സ്റ്റൊമക്ക് ഉണ്ട്, പാൻക്രിയാസ് ഉണ്ട്. അപ്പോൾ ആ ഓർഗൻസിനും അപ്പൻഡിക്സ് ഉണ്ട്. അങ്ങനെ എന്ത് പ്രശ്നങ്ങൾ കൊണ്ടും ഒരാൾക്ക് വേദന വരാം. സോ കുറയാത്ത അല്ലെങ്കിൽ നമ്മൾ റെസ്റ്റ് എടുത്താൽ അല്ലെങ്കിൽ മെഡിക്കേഷൻസ്, പെയിൻ മെഡിസിൻസ് കഴിച്ചിട്ട് കുറയാത്ത എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലേബർ റൂമിൽ വരണം. ദെൻ ബ്ലീഡിങ് അല്ലെങ്കിൽ സ്പോട്ടിങ് പെർ വജൈന. ടുവേർഡ്സ് ഡെലിവറി ഡേറ്റ് സ്പോട്ടിങ് വരുന്നത് ചിലപ്പോൾ ലേബർ പെയിൻ്റെ ലക്ഷണമായിരിക്കാം. പക്ഷേ അതിന് മുമ്പ് ഇതുപോലെ എന്തെങ്കിലും ചെറിയ രീതിയിൽ ബ്ലീഡിങ് അല്ലെങ്കിൽ സ്പോട്ടിങ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾ ലേബർ റൂമിൽ വന്ന് ബേബിയുടെ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യണം. ദെൻ എക്സസീവ് വോമിറ്റിംഗ്, ഞാൻ പറഞ്ഞു ചെറിയ വോമിറ്റിംഗ് ഈസ് ഓക്കെ, പക്ഷേ വോമിറ്റിംഗ് കൂടിപ്പോയാൽ ഡിഹൈഡ്രേഷൻ റിസ്ക് ഉണ്ട്. സോ അപ്പോഴും വരണം. ദെൻ ഫീവർ, ഹെഡ് ഏക്ക്, പനി, ഒരുപാട് തരത്തിലുള്ള പനികളുണ്ട് ഇപ്പോൾ.
ഫ്ലൂ ഇത് കോമൺ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ വെച്ച് അത് ചികിത്സിക്കാതെ ആക്ച്വലി ചുമയോ ജലദോഷം ഉണ്ടെങ്കിൽ നമ്മൾ ഗൈനക്കിൻ്റെ അടുത്ത് വരണം എന്നല്ല, ഗൈനക്കോളജിസ്റ്റ് അടുത്ത് കാണുന്ന നിർബന്ധമില്ല. യു ക്യാൻ ഗോ ആൻഡ് സി എ ഫിസിഷ്യൻ ഓർ എ പൾമനോളജിസ്റ്റ്. അപ്പോൾ അവരുടെ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാൻ വേണം. നമ്മളിപ്പോൾ പ്രഗ്നൻസിയിൽ നമുക്ക് ഒരു തുടക്കത്തിൽ തന്നെ ഒരുപാട് മെഡിസിൻസ് തരുന്നതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം മതി. പാരസെറ്റമോളോ അല്ലെങ്കിൽ ഇത് ആവി പിടിക്കുക, ചുമയുടെ സിറപ്സ് കുടിക്കുക, അതൊക്കെ കുടിച്ചിട്ട് അങ്ങനെ കുറയാതിരിക്കുന്ന ചുമ, പനി എല്ലാം ഇറ്റ് വാറൻസ് മെഡിക്കൽ അറ്റൻഷൻ. അതിന് നിങ്ങൾ എന്തായാലും ഒരു ഫിസിഷ്യനെ അല്ലെങ്കിൽ പൾമനോളജിസ്റ്റിനെ കാണണം. ആൻഡ് നിങ്ങൾ പ്രഗ്നൻ്റ് ആണെന്ന് അവരോട് പറയണം. പ്രഗ്നൻസി സേഫ് ആയിട്ടുള്ള മെഡിസിൻസ് അവർ സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ ഫ്ലൂ വാക്സിൻ എടുക്കാത്തൊരു ഫ്ലൂ വാക്സിൻ എടുക്കണം. ഓൾറെഡി നിങ്ങൾ ഒ പിയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകും. അതൊരു ഓപ്ഷണൽ വാക്സിനാണ് പ്രഗ്നൻസിയിൽ. ഒരു 2009 കേരളത്തിൽ മീൻസ് ഒരു H1N1 ഔട്ട് ബ്രേക്ക് ഉണ്ടായിരുന്നു. ആ സമയത്ത് പ്രഗ്നൻസിയിൽ ഫ്ലൂ വന്നവർക്ക് ഒരു ഭയങ്കര സിവിയർ ആയിരുന്നു. കുറേ മെറ്റേണൽ ഡെത്ത്സ് ആ സമയത്ത് ഉണ്ടായിരുന്നു. സോ അതിനുശേഷം ഈ ഫ്ലൂ വാക്സിൻ റെക്കമെൻഡഡ് ആണ്, ഗവൺമെൻറ് റെക്കമെൻഡഡ് ആണ്. പക്ഷേ അതൊരു കോസ്റ്റ്ലി ആയത് കാരണം ഇതൊരു ഓപ്ഷണൽ വാക്സിനായിട്ടാണ് വെച്ചിരിക്കുന്നത്. വർക്ക് ചെയ്യുന്നവർ, കുട്ടികൾ വീട്ടിലുള്ളവർ, പുറത്ത് ആളുകളോട് ഇൻട്രാക്ട് ചെയ്യുന്നവർ എന്തായാലും ഫ്ലൂ വാക്സിൻ എടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഫ്ലൂ വാക്സിൻ എടുത്തവർക്ക് ഫ്ലൂ വരില്ല എന്നല്ല, വന്നാൽ നമ്മൾ വാക്സിൻ എടുക്കുന്നത് നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടാനായിട്ട്. സോ ഒരു ഫ്ലൂ ഇൻഫെക്ഷൻ വരുമ്പോൾ അതിൻ്റെ സിവിയറിറ്റി കുറച്ച് കുറഞ്ഞിരിക്കും. നമ്മുടെ ബോഡി ആക്ച്വലി പ്രിപ്പയർഡ് ആയിരിക്കും ആ ഇൻഫെക്ഷനെ ബീറ്റ് ചെയ്യാനായിട്ട്. സോ വാക്സിൻ എടുത്തിട്ടില്ലാത്തവർ നെക്സ്റ്റ് വിസിറ്റിൽ അത് ചോദിച്ച് വാക്സിൻ എന്തായാലും എടുക്കുക. ദെൻ തലവേദന, ഹെഡ് ഏക്ക്, സ്വെല്ലിംഗ് ഓഫ് ഫേസ് ആൻഡ് ഹാൻഡ്, ഇതെല്ലാം ഈ BP ഉള്ളവർക്ക് പെർട്ടിക്കുലർലി അറിയേണ്ട കാര്യമാണ്. അതായത് BP കൂടി ചിലപ്പോൾ ഹെഡ് ഏക്ക് വരാം. BP കൂടുതലുള്ളവർക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഡിപ്പെൻഡൻറ്റ് കാലിലുള്ള എഡിമയല്ലാതെ ഫേസിൽ, കയ്യിലൊക്കെ എഡിമ വന്നാലും അതും വിത്ത് വാറൻസ് ആൻഡ് അറ്റൻഷൻ നിങ്ങൾ OP വരുമ്പോൾ നമ്മളായിട്ട് ഡിസ്കസ് ചെയ്യണം. അതിനെന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ഇവാലുവേഷൻ വേണമെങ്കിൽ അത് ചെയ്യണം. ദെൻ ഡിക്രീസ് ഫീറ്റൽ മൂവ്മെൻറ്റ് എങ്ങനെ കൗണ്ട് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ദെൻ പാസിംഗ് ഓഫ് ഫ്ലൂയിഡ് പെർ വജൈന, നമ്മൾ ഡിസ്ചാർജ് പ്രഗ്നൻസിയിൽ കുറച്ച് കൂടുതലാണെന്ന് ഓൾറെഡി പറഞ്ഞല്ലോ. അതൊരു തിക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റിക്കി ഡിസ്ചാർജ് ആയിരിക്കും. അതല്ലാതെ പൈപ്പ് തുറന്നാൽ വെള്ളം പോകുന്ന പോലെ, വാട്ടർ അല്ലെങ്കിൽ യൂറിൻ പോകുന്ന പോലെ ഫ്ലൂയിഡ് പോകുന്നുണ്ടെങ്കിൽ അത് ലീക്കിംഗ് ആയിരിക്കും. അതായത് ബേബി കിടക്കുന്ന ആ ഒരു മെംബ്രെയിൻ റപ്ചർ ചെയ്തിട്ട് ബേബിക്ക് ചുറ്റുമുള്ള ഫ്ലൂയിഡ് വരുന്നതായിരിക്കും, ലീക്കിംഗ് എന്ന് പറയും. അങ്ങനെ ഉണ്ടെങ്കിലും നിങ്ങൾ വന്ന് നമ്മളെ കാണണം. ദെൻ ഡിസ്യൂറിയ അഥവാ മൂത്രം ഒഴിക്കുമ്പോൾ ബുദ്ധിമുട്ട്, മൂത്രത്തിൽ പഴുപ്പിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം. അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ ബ്ലാഡറിൽ മൂത്രസഞ്ചികളിൽ ഇൻഫെക്ഷൻ അസെൻഡ് ചെയ്ത് കിഡ്നിയിൽ ഇൻഫെക്ഷൻ വരാനുള്ള റിസ്ക് ഉണ്ട്. സോ എന്തായാലും ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഡിക്രീസ്ഡ് യൂറിൻ ഔട്ട്പുട്ട്, ബ്ലറിങ് ഓഫ് വിഷൻ, ഇതെല്ലാം BPയുടെ കോംപ്ലിക്കേഷൻസിൻ്റെ പ്രശ്നങ്ങൾ. അങ്ങനെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്തായാലും വന്ന് കാണിക്കുക. ദെൻ ഇച്ചിങ് ഓൾ ഓവർ ദ ബോഡി, ജോണ്ടിസ്, ഇതെല്ലാം യൂഷ്വലി നമ്മൾ പ്രഗ്നൻസിയിൽ വയറ് വലുതാകുമ്പോൾ സ്കിൻ സ്ട്രെച്ച് ചെയ്യുമ്പോൾ അവിടെ കുറച്ച് ഡ്രൈ ആകും. സ്കിൻ ഡ്രൈ ആകുമ്പോൾ എന്തായാലും കുറച്ച് ഇച്ചിങ് ഉണ്ടാകും. നമുക്ക് യൂഷ്വലി നിങ്ങൾക്ക് വീട്ടിൽ അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ക്രീംസ്, ലൂബ്രിക്കൻസ് എന്തെങ്കിലും യൂസ് ചെയ്യാം. അതല്ലാതെ അതിൽ കൂടുതൽ കൈ കാലുകളിൽ ഇച്ചിങ് ഉണ്ട്, കൈപ്പത്തിക്കുള്ളിൽ, കാൽപാദത്തിൻ്റെ ഉള്ളിലൊക്കെ ഇച്ചിങ് ഉണ്ടെങ്കിൽ അത് പ്രഗ്നൻസിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ലിവർ ഡിസോർഡറിൻ്റെ പ്രശ്നങ്ങളായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യണം, അതിന് മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഡേറ്റ് വരെ പോകാൻ പറ്റില്ല, അതിന് മുമ്പ് ബേബി ഡെലിവറി ഏൽപ്പിക്കേണ്ടിയൊക്കെ വരും. സോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പെർട്ടിക്കുലർലി ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ പറയണം. ഓക്കെ. ദെൻ ബ്ലോ ഓർ ഇഞ്ചുറി ടു അബ്ഡമൻ, അതായത് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വീഴുമൊക്കെ ആണെങ്കിൽ വയറിടിച്ച് വീണില്ലെങ്കിൽ യൂഷ്വലി വലിയ കുഴപ്പമില്ല. കൈ കാലൊക്കെ മുറിഞ്ഞാലും ലൈക്ക് അങ്ങനെ, അതല്ലാതെ ഡയറക്റ്റ് വയറിലേക്ക് ബ്ലോ അങ്ങനെ എന്തെങ്കിലും ഇടിയോ കിട്ടി എവിടെയെങ്കിലും തട്ടുവാണെന്നെങ്കിലൊക്കെ നമ്മൾ വന്ന് നോക്കണം. ബിക്കോസ് അങ്ങനെ ഉള്ളപ്പോൾ ഒരു റിസ്ക് ഉള്ളതെന്ന് വെച്ചാൽ പ്ലസൻ്റ, അതായത് ബേബിക്ക് ബ്ലഡ് ഫ്ലോ കൊടുക്കുന്ന മറുപിള്ള നേരത്തെ സെപ്പറേറ്റ് ചെയ്യാനൊരു റിസ്ക് ഉണ്ട്. സോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വന്ന് ചെക്ക് ചെയ്യണം. ബേബിയുടെ ഹാർട്ട് ബീറ്റ് നോർമലാണ്, സ്കാൻ നോക്കണമെങ്കിൽ സ്കാനൊക്കെ നോക്കി ബേബി ഓക്കെ ആണെന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യണം. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ സ്ലൈഡ്സിലുള്ളത് ഒരുവിധം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. കൂടുതൽ സ്പീഡായിപ്പോയോ അതോ മനസ്സിലായോ? ഇത് കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ എപ്പോൾ ഈ പറഞ്ഞ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായിട്ട് ലേബർ റൂമിൽ എപ്പോൾ വന്നാലും നിങ്ങളുടെ ആൻറ്റിനേറ്റൽ കാർഡ് കൊണ്ടുവരണം. തുടക്കത്തിൽ ക്ലാസ്സിൽ നമ്മൾ ഡോക്ടേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് കാണിച്ചല്ലോ. സോ നമ്മളെവിടെ 24 hours ലേബർ റൂമിൽ ഒരു ഡോക്ടർ ഉണ്ടാകും, ഒരു കൺസൾട്ടൻറ്റും ഒരു സീനിയർ കൺസൾട്ടൻറ്റും ഡ്യൂട്ടിയിലുണ്ടാകും. അപ്പോൾ നിങ്ങൾ നോക്കുന്ന ഡോക്ടർ തന്നെ ആയിരിക്കണം എന്നില്ല. സോ നിങ്ങളുടെ വിവരങ്ങളെല്ലാം ആ കാർഡിലായിരിക്കുമല്ലോ. അപ്പോൾ ജോലിക്ക് പോകുന്നവർ എപ്പോഴും ആ കാർഡ് കയ്യിൽ കരുതുക. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായിട്ട് എപ്പോൾ ഏത് രാത്രിയിലാണെങ്കിലും ലേബർ റൂമിൽ വരുമ്പോൾ കാർഡ് എന്തായാലും കൊണ്ടുവന്നിരിക്കണം. ഓക്കെ,
ആർക്കെന്തെങ്കിലും സംശയം? പാൽപിറ്റേഷൻ ആക്ച്വലി പ്രഗ്നൻസിയിൽ നോർമൽ അല്ല. ഓക്കെ, പാൽപിറ്റേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഹാർട്ട് പടപട ഇടിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നതാണ്. അതായത് നമ്മുടെ പൾസ് റേറ്റ് കൂടുതലായിരിക്കും. പൾസ് റേറ്റ് യൂഷ്വലി പ്രഗ്നൻസിയിൽ കൂടുതലാവാൻ പാടില്ല. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളത് എക്കോ ചെയ്ത് നമ്മുടെ ഹാർട്ട് ഓക്കെ ആണെന്നുള്ളത് കൺഫേം ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒരു കാർഡിയോളജി കൺസൾട്ടേഷൻ എന്തായാലും വേണ്ടി വരും. ഓക്കെ.